ഹായ് ഹലോ എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. മക്കളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിവിസിബിലിറ്റി എന്ന് പറയുന്ന ഭാഗമാണ് പഠിച്ചത്. അവിടെ നമുക്ക് അതിൻ്റെ കോൺസെപ്റ്റ് പഠിക്കണമായിരുന്നു. കുറച്ച് ചോദ്യങ്ങൾ നമ്മൾ ചെയ്തു നോക്കി. ഇനിയും കുറച്ച് കൂടി ടൈപ്പുകൾ പഠിക്കാനുണ്ട്. അത് നമുക്ക് വരുന്ന സെഷനുകളിലൊക്കെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യണം. ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതായ കാര്യങ്ങൾ ഞാൻ കൃത്യമായി പഠിച്ചിട്ടുണ്ടോ എന്ന് വിലയിരുത്തണം. കൃത്യമായും എനിക്കത് മനസ്സിലായോ എന്ന് വിലയിരുത്തണം. എനിക്ക് ആ പഠിച്ചതിനെ പ്രയോജനപ്പെടുത്താൻ പറ്റുന്നുണ്ടോ എന്ന് വിലയിരുത്തണം. അതായത് ഇന്ന് നമ്മൾ നമ്മളെ തന്നെ വിലയിരുത്താൻ പോവുകയാണ്. ഒരു അനുവദനീയമായ സമയം ഞാൻ കൃത്യമായിട്ടും നിങ്ങളോട് പറയും. ആ സമയത്തിനുള്ളിൽ നിന്നുകൊണ്ട് അതിൻ്റെ ഉത്തരം ചെയ്ത് എന്നോട് പറയാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ ഒരു പ്രാക്ടീസ് കൊണ്ട് നമുക്ക് കാര്യമായ ഗുണമുണ്ടാകുള്ളൂ. അപ്പം ലൈവായിട്ട് കമൻറ്റുകൾ ഇടണേ, എന്നോടൊപ്പം എടാ. ഒന്നാമത്തെ ചോദ്യം നോക്കിയേ. നമ്മുടെ ഡിവിസിബിലിറ്റി എന്ന് പറയുന്ന ഭാഗത്തു നിന്ന് നമുക്ക് പഠിക്കാനുള്ള ഒന്നാമത്തെ ചോദ്യം നോക്കിയടാ. എന്താ പറഞ്ഞേക്കുന്നേ? ഇവർ പറയുന്നത് ഇതാ, ഇവിടെ താഴെ കുറച്ച് നമ്പറുകൾ തന്നിട്ടുണ്ട്. വിച്ച് നമ്പേഴ്സ് ബിലോ ഈസ് ഡിവിസിബിൾ ബൈ ഓൾ ദി നാച്ചുറൽ നമ്പേഴ്സ് ഫ്രം 1 to 10. എടാ, 1 മുതൽ 10 വരെയുള്ളതായ സംഖ്യകളെയും പ്രയോജനപ്പെടുത്തിക്കൊണ്ട് എല്ലാവരെയും ഒരുപോലെ ഡിവൈഡ് ചെയ്യാൻ സാധ്യമാകുന്ന 4 നമ്പറുകളാണ് ഈ 4 ഓപ്ഷനുകളായി തന്നിരിക്കുന്നത്. ഇതിൽ ഏതോ ഒരാളെ എല്ലാവരെ കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. അത് ആരാണെന്നാണ് ചോദിക്കുന്നത്. അവർ പറയുന്നുണ്ട് 1ഉം 10ഉം കൂടി ചേർത്തുകൊണ്ട്, ബോത്ത് ഇൻക്ലൂസീവ്. കണ്ടോ, രണ്ടുപേരെയും ഉൾപ്പെടുത്തി. 1നെ വെച്ചും പറ്റണം, 10നെ വെച്ചും പറ്റണം എന്നാണ് പറഞ്ഞത്. അതിനിടയിലുള്ള ആളുകളെ കൊണ്ടും പറ്റണം. അങ്ങനെയുള്ള ആളുകൾ ആരാണ് ഈ 4 ഓപ്ഷനുകളുടെ ഇടയിൽ? മക്കളെ, ഈ ഒരു ചോദ്യം ചെയ്യാൻ കേവലം 10 സെക്കൻഡിന്റെ ആവശ്യമേ ഉള്ളൂ. ദാ ഒരു 10 സെക്കൻഡ് സമയം തരാം. ചെയ്തു നോക്കിയിട്ട് ആൻസർ കമന്റ് ചെയ്തേ. എന്താണ് ആൻസർ വന്നേ? ടപ്പേന്ന് കമന്റുകൾ ഓരോന്നായി വരട്ടെ മക്കളെ, ഓരോന്നായിട്ട് വരട്ടെ. സിമ്പിളായിട്ട് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ഒരുപാട് സമയമെടുത്ത് നമ്മളിവിടെ ആലോചിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഏറ്റവും ആദ്യം നമ്മൾ മനസ്സിലാക്കണം, 1 തുടങ്ങി 10 വരെയുള്ളതായ സാഹചര്യം വരുന്നുണ്ടല്ലോ. അതായത് 10ന്റെ ഡിവിസിബിലിറ്റി അവിടെ വർക്ക് ആകണമെന്നുണ്ടെങ്കിൽ 0ൽ അവസാനിക്കുന്ന ആളുകൾക്കേ പറ്റൂ. ഇവിടെ 0ൽ അവസാനിക്കാത്ത ആൾ 608 എന്ന ഒരാളുണ്ട്. അവനെ എന്തായാലും പരിഗണിക്കേണ്ടതില്ല എന്ന രീതിയിൽ മാറ്റിവെക്കാം. ഇനി നമുക്ക് 1 തുടങ്ങാം. 2 എല്ലാവരും ഈവൻ നമ്പറുകളാണ്, അവന്മാരെ അതുകൊണ്ട് നോക്കണ്ട. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ എല്ലാവരും പറ്റുമോ? നമുക്കറിയാം 3ന്റെ പട്ടികയിൽ 10 ഇല്ല, 100 ഇല്ല. അങ്ങനെയാണെങ്കിൽ ഇനി അവശേഷിക്കുന്ന ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ. ആരാണ്? 25 20 2520. അപ്പോൾ നമ്മുടെ ആൻസർ എത്ര വന്നു? 2520. കണ്ടോ, നിസാര സെക്കൻഡുകൾ കൊണ്ടാണ്. 10 സെക്കൻഡ് ഞാൻ തന്നിട്ടുണ്ടെങ്കിലും ഈ ചോദ്യത്തിന്റെ ആൻസർ എന്താണ് എന്ന് പറയാൻ ഏറ്റവും കുറഞ്ഞത് ഒരു 5 മുതൽ 6 സെക്കൻഡുകൾ മാത്രമേ എടുക്കൂ. ചോദ്യം വായിക്കാൻ എടുക്കുന്ന സമയം മാത്രമേ ഉള്ളൂ. ഉത്തരം കണ്ട അപ്പോഴേ ക്ലിക്കാവും. ഓക്കെ ആണോ? നമ്മുടെ രണ്ടാമത്തെ ചോദ്യത്തിനകത്തേക്ക് പോയാലോടാ. നമുക്ക് ആദ്യത്തെ ചോദ്യം സെറ്റല്ലേ? ശരി, ഞാൻ ഈ ഒരു സെഷനിനകത്ത് ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പുതിയതായിട്ട് കൂടെ പറഞ്ഞു തരാം കേട്ടോ. അത് പഠിച്ചു വെച്ചിരിക്കുന്നതിനെ എന്ത് ചെയ്യുക, ഒന്നുകൂടൊന്ന് മിനുക്കി എടുക്കാനുള്ളൊരു വഴി കൂടിയാണ്. ഈ ഒരു ചോദ്യത്തിന്റെ ആൻസർ പറഞ്ഞ രണ്ടാമത്തെ ചോദ്യം നോക്കേടാ. വാട്ട് ഈസ് ദ സ്മോളസ്റ്റ് പോസിറ്റീവ് ഇൻഡിജർ ദാറ്റ് ഈസ് ഡിവിസിബിൾ ബൈ ബോത്ത് 12 and 16? ഒരേ സമയം 12 കൊണ്ടും പറ്റണം, 16 കൊണ്ടും പറ്റണം. ചോദ്യത്തിൽ അവർ എടുത്തു പറയുന്നുണ്ട് സ്മോളസ്റ്റ് ആകുന്ന പോസിറ്റീവ് ഇൻഡിജർ. സ്മോളസ്റ്റ് പോസിറ്റീവ് ഇൻഡിജർ. എത്ര സെക്കൻഡ് വേണം മക്കളെ ഇത് ചെയ്യാൻ? ഞാൻ ഒരു 14-15 സെക്കൻഡ് തരാം. ആൻസർ കണ്ടുപിടിച്ച് കമൻറ്റുകൾ കാര്യമായിട്ട് പോരട്ടെ, കമൻറ്റുകൾ ഒന്നൊന്നായിട്ട് പോരട്ടെ. എല്ലാവരും കമൻറ്റ് ചെയ്യണേ. സ്മോളസ്റ്റ് പോസിറ്റീവ് ഇൻഡിജർ ആര് വരും മക്കളെ? സ്മോളസ്റ്റ് പോസിറ്റീവ് ഇൻഡിജർ താഴെ തന്നിട്ടുള്ളതിലെ പോസിറ്റീവ്, സ്മോളസ്റ്റ് പോസിറ്റീവും ആകാം, അല്ലെങ്കിൽ ശരിക്കുമുള്ള സ്മോളസ്റ്റ് പോസിറ്റീവും ആകാം. ഈ സ്മോളസ്റ്റ് പോസിറ്റീവ് ഇൻഡിജർ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് LCMനെ ആണല്ലോ. ഈ 12ന്റെയും 16ന്റെയും LCM കണ്ടുപിടിക്കാൻ എന്താ, ഞാൻ ഇന്നലെ ഒരു വഴി പറഞ്ഞു തന്നല്ലോ. രണ്ടുപേരെയും ഒരുപോലെ വെട്ടുവാൻ സാധിക്കുന്നതായ സംഖ്യ ആരാ? 2ഉം 4ഉം എടുക്കാം. ഏറ്റവും എളുപ്പം 4 കൊണ്ട് വെട്ടുന്നതായത് കൊണ്ട് ആദ്യം 4 കൊണ്ട് വെട്ടി. 4 ഗുണം 4 വെച്ച് വെട്ട്. അപ്പൊ ഇത് എത്ര വരും? 4 3 12, 4 16. ഇനി അവശേഷിക്കുന്നവന്മാരെ വെട്ടി ചെറുതാക്കാൻ പറ്റില്ല. അതുകൊണ്ട് അവനെ ഇതാ ഇതിന്റെ കൂടെ അങ്ങ് എഴുതി ചേർത്തേക്കുക. 4 ഗുണം 4 16, 16 ഗുണം 3 എത്ര വരും ഇവിടെ? 48. 48 എന്ന് പറയുന്ന ഒരേ ഒരാളെ ഇവിടെയുള്ളൂ. നമ്മൾ ഈ ഉപയോഗിച്ച മെത്തേഡിനെ വിളിച്ച പേരെന്താ മക്കളെ? സ്ലാഷ് മെത്തേഡ്. LCM കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന മെത്തേഡാണ് സ്ലാഷ് മെത്തേഡ്. ഈ സ്ലാഷ് മെത്തേഡ് LCM മാത്രം കണ്ടുപിടിക്കാനാണോ? അല്ല, ഇവിടെ ആരേക്കും ഉപയോഗിക്കാം? HCFന് വേണ്ടിയിട്ടും ഉപയോഗിക്കാം. HCF ആരാ മക്കളെ? HCF 3ഉം 4ഉം എന്ന ഈ എഴുതിയ സംഖ്യകൾ ഒഴികെ അവിടെ ആരുണ്ട്? 4. ഇതാണ് അവിടുത്തെ HCF. 4ആണ് HCF. മൊത്തത്തിൽ 48. 48 ആണ് അവിടുത്തെ എന്ത്? LCM. സ്മോളസ്റ്റ് പോസിറ്റീവ് ഇൻഡിജർ എന്ന് പറഞ്ഞാൽ ആരാ? അത് ഉദ്ദേശിക്കുന്നത് LCMനെയാ. പഠിച്ചോ? കാര്യങ്ങൾ മനസ്സിലാക്കിയോ? അപ്പൊ 2 ചോദ്യങ്ങൾ കൃത്യമായിട്ട് വിലയിരുത്തി ചെയ്യാൻ പറ്റുന്നുണ്ടേ. ഇനി നമ്മുടെ മൂന്നാമത്തെ ചോദ്യത്തിനകത്തേക്ക് പോകാം. മൂന്നാമത്തെ ചോദ്യത്തിൽ എന്താണ് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. നോക്കേടാ,
ഇഫ് എ പോസിറ്റീവ് ഇൻറ്റിജർ n ഈസ് ഡിവൈഡഡ് ബൈ 7, അതായത് എന്നോട് പറയുന്നു ഒരു ഇൻറ്റിജറിനെ n എന്ന് വിളിക്കുന്നു, ആ n ആകുന്ന ഇൻറ്റിജറിനെ ഞാൻ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ എനിക്ക് കിട്ടിയ റിമൈൻഡർ എത്രയാണ് മക്കളെ? 3 ആണ് എനിക്ക് കിട്ടിയ എന്ത് റിമൈൻഡർ. എങ്കിൽ അവർ പറയുന്നത് എന്താ? റിമൈൻഡർ 0 ആകണം എന്നാണെങ്കിൽ ഞാൻ അവിടെ എന്ത് ചെയ്യണം? 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്ക് 0 ആണ് വരേണ്ടതെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഇൻറ്റിജറിനോടൊപ്പം 3 കൂട്ടണോ? ഇൻറ്റിജറിനോടൊപ്പം 4 കൂട്ടണോ? ഇൻറ്റിജറിനോടൊപ്പം 2 കൂട്ടണോ? ഇൻറ്റിജറിനോടൊപ്പം 5 കൂട്ടണോ എന്ന ചോദ്യം. ഇത് വളരെ ബേസിക് ആയ ക്വസ്റ്റ്യനാ. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളിൽ ഒന്ന് തന്നെയാ. മനസ്സിലാക്കിക്കോ. ഇനിയും ഇത് ആവർത്തിക്കാം. ഇനി ഇത് ബേസിക് ലെവൽ ആണെങ്കിലും നമ്മൾ ചർച്ച ചെയ്തതിന്റെ കൂട്ടത്തിൽ എവിടെയോ വന്നുപോയി എന്നേ ഉള്ളൂ. ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം നമ്മൾ അവിടെ എന്ത് ചെയ്തിട്ടില്ല. പക്ഷെ ചർച്ചയ്ക്കിടയിൽ വന്നുപോയൊരു കാര്യമാണ്. ഒന്ന് ആലോചിച്ചിട്ട് ഇതിന്റെ ആൻസർ നമുക്ക് എത്ര സെക്കൻഡ് വേണോടാ പറയാൻ? കേവലം 10 സെക്കൻഡ് കൊണ്ട് പറയാം. പറഞ്ഞേ മക്കളെ, 10 സെക്കൻഡ് മതി പറയാൻ. ആൻസറുകൾ പെടാന്ന് കമൻറ്റുകളിൽ വരട്ടെ. ആൻസറുകൾ പെടാന്ന് കമൻറ്റുകളിൽ വരട്ടെ. എന്ത് വരും മക്കളെ? അവർ പറയുന്നതായ കാര്യത്തിനെ കൃത്യമായി വിലയിരുത്തുക. എടാ, n എന്ന് പറയുന്ന ഒരു ഇൻറ്റിജർ എൻ്റെ കയ്യിലുണ്ട്. അവനെ 7 കൊണ്ട് ഞാൻ എന്ത് ചെയ്തു? 7 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ എനിക്ക് റിമൈൻഡർ എന്ന് പറയുന്നത് എത്ര കിട്ടി? റിമൈൻഡർ എന്ന് പറയുന്നത് 3 എന്ന് കിട്ടി. ഇത്രയുമേ ചോദ്യത്തിൽ പറയുന്നുള്ളൂ. എങ്കിൽ റിമൈൻഡർ 0 ആകുന്നു എങ്കിൽ എന്ത് വരണം എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ ആണോ? അവിടെ ഒന്നാമത് നമ്മൾ ചെക്ക് ചെയ്യേണ്ട കാര്യം, എന്നിൽ നിന്ന് എന്തെങ്കിലും ഒരു സംഖ്യ കുറയ്ക്കുന്നതായാണോ ഇവിടെ കാണിച്ചേക്കുന്നത്? അല്ല, കൂട്ടുന്നതായി കാണിച്ചിരിക്കുന്നു. എന്നിൽ നിന്ന് എന്തോ ഒന്ന് കൂട്ടുന്നതായാണ് കാണിച്ചിരിക്കുന്നത്. എന്നിനോടൊപ്പം എന്തെങ്കിലും കൂട്ടണം എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇവിടെ കൂട്ടണമെങ്കിൽ സാധ്യതകൾ എന്തൊക്കെയെന്ന് ആലോചിക്കും. ഒന്ന് ആലോചിച്ച് നോക്കേടാ. ഇപ്പോ ഞാൻ പറയാ, എൻ്റെ കയ്യിലിരിക്കുന്നത് 16 എന്ന് പറയുന്ന ഒരു സംഖ്യ. ഞാൻ ഇവനെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 7 കൊണ്ട് ചെയ്യാൻ അതിനു വേണ്ടി സമയമില്ല. ഞാൻ ആ കോൺസെപ്റ്റ് പറഞ്ഞു തന്നിട്ട് ഇതിന്റെ കാര്യത്തിനകത്തേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ 7 × 2 14. അപ്പൊ എന്റെ റിമൈൻഡർ എത്രയാ മക്കളെ? 2 എന്ന് വന്നു. ഓക്കെ ആണോ? ഈ പറയുന്ന 16 എന്ന് പറയുന്ന ഇൻറ്റിജറിന് തൊട്ട് പിന്നിലായി ആരാണ് 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതായ ഒരു സംഖ്യ ഉള്ളത് എന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് ചെയ്താൽ മതി? 16 ൽ നിന്ന് 12 കുറച്ചാൽ മതി. 16 ൽ നിന്ന് 2 കുറച്ചാൽ മതി. 16 ൽ നിന്ന് 2 കുറച്ചാൽ എത്ര വരും? 14. ഇനി ഞാൻ പറഞ്ഞത് മനസ്സിലാക്കണം. 16-ന് മുമ്പ് ആരുണ്ടെന്നറിയാൻ ആ റിമൈൻഡർ കുറച്ചാൽ മതി. 16 - 2. എന്നാൽ 16-ന് ശേഷമുള്ളവൻ ആരാണെന്നറിയാൻ ഞാൻ എന്ത് ചെയ്യണമെന്നറിയാം? ഇവിടെ 2ന്റെ കൂടെ എത്ര കൂട്ടിയാലാണ് 7 വരുന്നത് എന്ന് മനസ്സിലാക്കണം. കണ്ടോ? മുമ്പ്, അതായത് 16-ന് ശേഷം ആര് എന്ന് ചോദിച്ചാൽ, 16-ന് ശേഷം ആരെന്ന് ചോദിച്ചാൽ റിമൈൻഡറിനോടൊപ്പം ആര് കൂട്ടിയാലാണ് ഡിവൈസറിലേക്ക് എത്തുക എന്നാ നോക്കണ്ടേ. അപ്പോ 16 അതിന്റെ കൂടെ ഈ റിമൈൻഡർ ആകുന്ന 2 ഇവിടെ ഉണ്ട്. ഈ 2ന്റെ കൂടെ എത്ര കൂട്ടിയാലാണ് അവിടെ 7 വരുന്നത്? 5 കൂട്ടിയാൽ ആ 5 എന്ത് ചെയ്യണം? ഈ 16ന്റെ കൂടെ കൂട്ടണം. 16 + 5. പിടികിട്ടിയോ? അപ്പൊ നമ്മുടെ ആൻസർ എത്ര വരും മക്കളെ? ഇവിടെ 21. ഇത് 14. കണ്ടോടാ 21. അവിടെ എന്തായി? 14. അപ്പൊ 14ഉം 21ഉം 7ന്റെ പട്ടികകളിൽ വരുന്ന ആളുകളാണെന്ന് മനസ്സിലായില്ലേ? ഈ ഒരു ഐഡിയ കിട്ടിയാൽ മതി. ഈ ചോദ്യത്തിന്റെ ആൻസർ നമുക്ക് നിസ്സാരമായിട്ട് ചെയ്യാം. ചോദ്യം നോക്കുമ്പോൾ കൂട്ടുന്നു എന്നൊരു പ്രക്രിയയാണ് അവിടെ നടത്തിയിരിക്കുന്നത്. എങ്കിൽ ആൻസർ ആയിട്ട് എന്ത് പറയണം? നിസ്സാരം. താണ്ടെ n ആണ്. n-നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അവിടെ 3 ആണ് റിമൈൻഡർ വന്നത്. അതായത് n-ന് ശേഷം വരുന്ന ആളെയാ ചോദിക്കുന്നത്. അതുകൊണ്ട് 3ന്റെ കൂടെ എത്ര കൂട്ടിയാലാണ്? 4 കൂട്ടിയാലാണ് ഇവിടെ 7 എന്നാക്കി മാറ്റാൻ സാധിക്കുന്നത്. ഈ 4-നെ ആരോടൊപ്പം കൂട്ടണം? n-നോടൊപ്പം കൂട്ടണം. അപ്പൊ n + 4 എന്ന ആൻസർ വരും. പിടികിട്ടിയോ? n + 4 എന്ന ആൻസർ വരും. പിടികിട്ടിയോ? ഒന്നുമില്ല, ഇത് പഠിക്കേണ്ട പോലും കാര്യമില്ല. നമ്മൾ പണ്ട് തൊട്ടേ കൊച്ചു ക്ലാസ്സുകൾ മുതലേ നമ്മൾ ചെയ്യുന്നതാ. 3-ാം ക്ലാസ്സോ 4-ാം ക്ലാസ്സോ മുതലേ ചെയ്യുന്നതാ. സിമ്പിളായ കാര്യം, ഡിവൈഡ് ചെയ്യാൻ അറിയാലോ ഇങ്ങനെയൊക്കെ. ഓക്കെ, എന്നാൽ നമ്മുടെ അടുത്ത ചോദ്യം നോക്കാം. നമുക്ക് ആ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. എല്ലാവരും നല്ലതുപോലെ കമന്റ് ചെയ്ത് കൂടെ നിൽക്കുക. എല്ലാവരും കമന്റ് ചെയ്ത് കൂടെ നില്ല്. താണ്ടേ മക്കളെ, ഈ ഒരു ചോദ്യം നോക്കേ. നമ്മൾ പഠിച്ചു പോയതിനകത്ത് നമ്മൾ ഈ രീതിയിലുള്ള ഒരു ചോദ്യമല്ല അവിടെ പറഞ്ഞതെങ്കിലും ഈ ഒരു കോൺസെപ്റ്റ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ചോദ്യത്തിന്റെ ഉത്തരം പറയാൻ നിങ്ങൾക്ക് കേവലം 10 സെക്കൻഡിന്റെ ആവശ്യമേ ഉള്ളൂ. എന്താ ചോദ്യം നോക്കേ? ഫ്രം ദ ഫോളോയിങ് ഫൈൻഡ് ദ നമ്പർ വിച്ച് ഈസ് ഡിവിസിബിൾ ബൈ 125. 125 കൊണ്ട് ഡിവൈഡ് ചെയ്യുവാൻ സാധിക്കുന്ന സംഖ്യ താഴെ തന്നിരിക്കുന്നതിൽ ആരോ എന്ന് കണ്ടെത്തുക. ദാണ്ട പിടിച്ചോ ആൻസർ. ആൻസറുകൾ ഓരോന്നായിട്ട് എനിക്ക് വേണ്ടി ഒന്ന് കമന്റ് ചെയ്യടാ. എനിക്ക് പറഞ്ഞത് ആൻസറുകൾ എന്താണെന്ന് എന്നെ ഒന്ന് പഠിപ്പിച്ചേ. എന്താകും ഇതിന്റെ ആൻസറായി വരിക എന്ന് എന്നെ ഒന്ന് പഠിപ്പിച്ചേ. ആൻസറുകൾ ഓരോന്നായിട്ട് വരട്ടെ. എല്ലാ ആൻസറുകളും ഒന്നാകണമെന്ന് ഞാൻ പറയില്ല.
കാര്യം ചെയ്തു നോക്കുമ്പോൾ ഓരോരുത്തർക്കും കാര്യങ്ങൾ മനസ്സിലാകുന്നത് പല രീതികളിലായിരിക്കും. പക്ഷെ എന്ത് ചെയ്യണം, ഒരു ഉത്തരം എനിക്ക് വേണം, അത്രയേ ഉള്ളൂ. തെറ്റായാലും കുഴപ്പമില്ല. മറിച്ച് ഞാനത് കറക്റ്റ് ചെയ്ത് തരുമ്പോൾ എങ്ങനെ നിങ്ങൾക്കത് തെറ്റി എന്ന് വിലയിരുത്തിക്കൊണ്ട് നിങ്ങൾക്ക് പഠിക്കാം. നിങ്ങൾക്ക് തെറ്റുകൾ വരുന്ന സ്ഥലം മനസ്സിലാക്കി നിങ്ങൾക്ക് പഠിക്കാം. നിങ്ങൾ കമന്റ് ചെയ്താൽ മതി. എടാ ഓക്കെ ആണോ? ആ കാര്യങ്ങളിലോട്ട് പോവാം. എടാ ഇവിടെ 125 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കുന്നതായ സംഖ്യ താഴെ തന്നിരിക്കുന്നതിൽ ഏതാണെന്ന് ആൻസർ ഏത് വരും? 79,000 വരും. കാരണം എന്താ, നമുക്കറിയാം 125ന്റെ ഗുണിതങ്ങളാകുന്ന ആളുകളുടെ പ്രത്യേകത, അല്ലെങ്കിൽ 125 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ആളുകളുടെ പ്രത്യേകത എന്താ? അവർ അവസാനിക്കുന്നത് 125ന്റെ ഗുണിതങ്ങളിലായിരിക്കും. 125ന്റെ ഗുണിതങ്ങളിലായിരിക്കും. 125ന്റെ ഗുണിതങ്ങൾ ആരൊക്കെയാ? 125, 250, 375, 500. ഇനി ആര് വരും? 625. ഇനി ആര് വരും? 750. ഇനി ആര് വരും? 875, 1000. അതായത് അവസാന 3 പൂജ്യങ്ങളായി മാറുന്ന ഒരു കണ്ടീഷൻ. ഇത്രയും കണ്ടീഷനുകളാണ് ആർക്കുള്ളത്? 125ന്റെ ഗുണിതങ്ങൾക്കുള്ളത്. ശരിയാണോ മക്കളെ? ഇക്കൂട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ അവസാനിക്കുന്നത് 5കളിലുള്ള ആളുകൾ ഉണ്ടോ? ഉണ്ട്. ദാണ്ടെ 2 പേരുണ്ട്. 5കളിലാണ് എന്നാണെങ്കിൽ ബാക്കിയുള്ള സംഖ്യ ദാണ്ടെ ഇവിടെ 125, 375, 875, 625. ഈ പറയുന്ന 6ഉം 2ഉം 1ഉം 2ഉം 3ഉം 7ഉം 8ഉം 7ഉം വല്ലതും ഇവിടെ വരുന്നുണ്ടോ? ഇല്ലല്ലോ, ഒന്നും വരുന്നില്ല. അതായത് ഇവനും സാധ്യതയില്ല വരാൻ, ഇവനും സാധ്യതയില്ല വരാൻ. ഇനി ഇവിടെ പൂജ്യത്തിൽ അവസാനിക്കുന്നത് 350 ആണ്. അല്ല, 375 ആണ് പൂജ്യത്തിൽ. സോറി, 375 ആണ് വരുന്നത്. പൂജ്യത്തിൽ അവസാനിക്കുന്നത് ആരാ? 50ൽ അവസാനിക്കുന്നത് 250, 750 ഇങ്ങനെയുള്ള ആളുകളാണ് വരുന്നത്. ശരിയല്ലേ? അപ്പൊ എന്തായാലും എന്താ, ഇവനും വരൂല. ഇനി ആകെ ഉള്ളത് ഇവൻ മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ തന്നെ അറിയാം 125ന്റെ ഗുണിതത്തിനകത്ത് 1000 വരും. അതുകൊണ്ട് 3 പൂജ്യത്തിൽ അവസാനിച്ചാൽ എന്തായാലും 125ന്റെ ഗുണിതമായിരിക്കും. ഒറ്റ സ്റ്റെപ്പ് ഈ ആൻസർ. ഓക്കെ ആണോ? ഞാൻ അതിനെ ഒന്ന് ക്രോഡീകരിച്ച് പറഞ്ഞതേ ഉള്ളൂ. ആൻസർ കണ്ടുപിടിക്കുക ഒരു പാടുമില്ല. നോക്കിയാൽ മതി, അപ്പൊ തന്നെ നമുക്ക് എന്ത് ചെയ്തോളും, ഇതാണ് ആൻസർ എന്ന് പറയാൻ പറ്റും. കാര്യം എന്താ, 125ന്റെ ഗുണിതമാണ് 1000. ഈ ഒരു പരിപാടി മാത്രം പറഞ്ഞാൽ മതി. ഓക്കെ ആണോ മക്കളെ? ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇനി നമ്മുടെ അടുത്ത ചോദ്യത്തിനകത്തേക്ക് പോകണം. എത്രാമത്തെ ചോദ്യമാണ്? 5ാമത്തെ ചോദ്യം. എൻ്റെ അടുത്ത് ക്ലാസ്സിൽ കുട്ടികൾ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, സാർ എനിക്കൊരു ബേസ് ഇല്ല, ഞാൻ എവിടെ നിന്ന് പഠിച്ചു തുടങ്ങണം? ഇതിന് ഒരേ ഒരു ഉത്തരവേ ഉള്ളൂ, NCERT പാഠപുസ്തകങ്ങൾ. എന്തുകൊണ്ടാണ് NCERT നിങ്ങളുടെ പ്രിപ്പറേഷൻ്റെ ഫൗണ്ടേഷൻ ആവണമെന്ന് പറയുന്നത്? ഏത് കോമ്പറ്റേറ്റീവ് എക്സാം എടുത്തു കഴിഞ്ഞാലും ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് NCERT നിന്നാണ്. അതുപോലെ തന്നെ NCERT ആയിരിക്കണം നിങ്ങളുടെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. കൊച്ചു കുട്ടികൾ പഠിക്കുന്ന പാഠപുസ്തകങ്ങൾ വായിച്ച് മനസ്സിലാക്കി പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺസെപ്റ്റുകൾ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇതുകൊണ്ട് തന്നെയാണ് സ്കോർ ടീം നിങ്ങൾക്ക് വേണ്ടി ഡീകോഡിംഗ് NCERT സീരീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഹിസ്റ്ററി, പൊളിറ്റി, ജോഗ്രഫി, എക്കണോമിക്സ് തുടങ്ങിയ എല്ലാ വിഷയങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള NCERT പാഠപുസ്തകങ്ങൾ ഡീകോഡ് ചെയ്തുകൊണ്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഈ ഓരോ വിഷയങ്ങൾക്കും ഏതൊക്കെ NCERTയിലെ ഏതൊക്കെ ചാപ്റ്ററുകളാണ് പഠിക്കേണ്ടത് എന്ന് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഡീറ്റെയിൽഡ് PDF നമ്മൾ നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും NCERT വായിക്കുന്നത് ഒരു ശീലമാക്കി മാറ്റും. 5ാമത്തെ ചോദ്യം നോക്കേ മക്കളെ. 5ാമത്തെ ചോദ്യം നോക്കേ. ഇതിനും നമുക്ക് അത്യാവശ്യം സമയം എടുക്കുന്നതാണ്. ഞാൻ ഇച്ചിരി സമയം കൂടുതൽ തരാം ഈ ഒരു ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട്, കേട്ടോ. നോക്കേടാ, ഇഫ് എ 5 ഡിജിറ്റ് നമ്പർ 676 XY, ഈ ചോദ്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതേമാതിരിയുള്ളൊരു ചോദ്യം നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈസ് ഡിവിസിബിൾ ബൈ 3, 7, 11. അതായത് ഈ പറയുന്ന 3 പേരെ കൊണ്ടും ഒരുപോലെ ഡിവൈഡ് ചെയ്യാൻ സാധ്യമാകുന്ന ഒരു സംഖ്യയാണ് ആര്? 676 XY എന്ന് പറയുന്ന സംഖ്യ. എങ്കിൽ എക്സിന്റെയും വൈയുടെയും വില കണ്ടുപിടിച്ച് ഇതിനകത്തേക്ക് ഇട്ടുകൊണ്ട്, ഏതിൽ 3x - 5y ഇട്ടുകൊണ്ട് എന്താണ് ഇതിന്റെ വില വരുന്നത് എന്ന് ഈ 4 ഓപ്ഷനുകളിൽ നിന്ന് തിരഞ്ഞെടുക്കുക. ഓക്കെ ആണോ? കണ്ടുപിടിക്കാൻ എന്താണ് വഴി എന്നുള്ളതൊക്കെ നിങ്ങൾക്കറിയാം. ഞാൻ ഈ ഒരു ചോദ്യം ചെയ്യാൻ വേണ്ടി മാത്രം നിങ്ങൾക്ക് ഒരു 30 സെക്കൻഡ് സമയം ഞാൻ അനുവദിക്കുന്നു ഗൈസ്. 30 സെക്കൻഡ് സമയം ഞാൻ അനുവദിക്കുന്നു. ചെയ്ത് നോക്കിയിട്ട് ആൻസർ പറ മകളെ. മനസ്സിരുത്തി ചെയ്താൽ മതി, വേറെ കാര്യങ്ങളൊന്നും ആലോചിക്കണ്ട. ഒരു പേപ്പറും പേനയും കൊണ്ടല്ലേ കൂടിയിരിക്കുന്നത്. എഴുതി മനസ്സിരുത്തി അങ്ങ് ചെയ്ത് ഉത്തരത്തിനകത്തേക്ക് ടപ്പേന്ന് ആൻസറുകളെ കൊണ്ടുപോവാ. നമുക്ക് പഠിക്കണം. നമുക്കതിനെ പഠിക്കുക എന്ന് പറയുമ്പോൾ വെറുതെ എഴുതിയാണ് പഠിക്കേണ്ടത്. വെറുതെ നോക്കിയാൽ ഒന്നും കിട്ടൂല. എഴുതി തന്നെ പഠിക്കണ്ട. കൂടെ നില്ല പ്രാക്ടീസ് ചെയ്ത് നമുക്ക് പഠിക്കാം. ആൻസറുകൾ ഒന്നൊന്നായിട്ട് വരട്ടെ. എന്തോ വരും ഇതിൻ്റെ ആൻസർ? 30 സെക്കൻഡ് കൊണ്ട് ചെയ്യാൻ പറ്റുമോ? ആൻസറിലേക്ക് എത്തിയോ മക്കളെ? ആൻസറുകളായിട്ട് എത്തുന്നുണ്ടോ? വേണമെങ്കിൽ ഒരു 10 സെക്കൻഡ് കൂടി നിങ്ങൾ എടുത്തോ. ഒരു 10 സെക്കൻഡ് കൂടി എടുത്തോ. ചെയ്യാത്തവരുണ്ടാകും. നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് ഇത് ആദ്യമായിട്ടെന്നുള്ളതല്ലേ. ചെയ്യടാ ചെയ്ത് കിട്ടുക. എനിക്കത് മാത്രം മതി. എന്ത് സംഭവിച്ചു? ഈ ചോദ്യം ഇനി എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് നോക്കേ മക്കളെ. ശ്രദ്ധിച്ചു കേട്ടോ.
ഇഫ് എ 5 ഡിജിറ്റ് നമ്പർ 676xy ഡിവിസിബിൾ ബൈ 3, 7 ആൻഡ് 11 ഈ 3 പേരെ കൊണ്ടും ഒരുപോലെ ഡിവൈഡ് ചെയ്യാൻ പറ്റണമെന്നാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ എന്ത് പറഞ്ഞു? ഇവന്മാരെ കൊണ്ട് 3 പേരെ കൊണ്ടും ഒരുപോലെ ഡിവൈഡ് ചെയ്യാൻ പറ്റും എന്നാണെങ്കിൽ ഇവന്മാരുടെ 3 പേരുടെയും LCM കൊണ്ടും ഈ തന്നിരിക്കുന്ന സംഖ്യയെ ഡിവൈഡ് ചെയ്യാൻ പറ്റണം. ഇവന്മാരുടെ LCM ആരാ? 3ഉം 7ഉം 11ഉം എന്താണ്? ഇവന്മാര് 3 പേരും പ്രൈമുകളാണ് എന്നാണെങ്കിൽ LCM കണ്ടുപിടിക്കാൻ 3നെ അങ്ങ് ഗുണിച്ച് വെച്ചാൽ മതി. ആൻസർ എത്ര വരും ഇവിടെ? 231. എങ്ങനെ വരും? 231. അതായത് 7 × 3 21. 21 എന്ന് പറയുന്നത് 11ഉമായിട്ട് ഗുണിക്കുമ്പോൾ ആദ്യം 1 എഴുതുക, 2 ഒന്നുകൂടെ കൂട്ടി എഴുതുക 3, ഇനി ഈ 2 അതേപോലെ എഴുതി വെക്കുക. അതാണ് 231. ഈ ടെക്നിക്കൊക്കെ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. തൽക്കാലം ഇത് നിങ്ങളങ്ങ് ഗുണിച്ചു വെക്കുക. ഒരു പ്രത്യേക വീഡിയോ ആയിട്ട് തന്നെ വരുന്നുണ്ട്. 3 ഇങ്ങനെയുള്ള സംഖ്യകളിലേക്ക് LCM കണ്ടുപിടിക്കുക, അല്ലെ 11 കൊണ്ട് ഗുണിക്കുമ്പോൾ എന്നൊക്കെ ഉള്ളത് ഞാൻ തരണം. ഓക്കെ, സെപ്പറേറ്റ് വീഡിയോ തന്നെ ചെയ്യാം. അപ്പോൾ നമ്മുടെ LCM എത്ര വന്നു മക്കളെ? 231. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു? ഈ എക്സിന്റെയും വൈയുടെയും വില തൽക്കാലം നമുക്ക് സപ്പോസ് ചെയ്യാം. ലെറ്റ് എക്സ് വൈ എന്ന് പറയുന്നത് ആരാന്ന് പറയാം? 99. ഇത് മനസ്സിൽ പറഞ്ഞാൽ മതി, ചെയ്തു നോക്കണം വേണ്ട. നമ്മൾ ഒറ്റയടിക്ക് കാര്യങ്ങളിലേക്ക് കിടക്കാം. 676 XY ഇവനെ എന്തു ചെയ്യണം? ഇവനെ നമ്മൾ ആരെ കൊണ്ട് ഡിവൈഡ് ചെയ്യണം? 231 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. എന്നിട്ട് റിമൈൻഡർ ആരാണ് വരുന്നത് എന്ന് നോക്കണം. ശരിയാണോ? റിമൈൻഡർ ആരാണ് വരുന്നതെന്ന് നോക്കണം. അത് കണ്ടുപിടിക്കുക. എന്താ ഇവിടെ റിമൈൻഡർ വരിക എന്ന് കണ്ടുപിടിക്കുക. ഇവിടെ നമുക്ക് ആദ്യമേ 676 ഇവനെ നമുക്ക് എവിടെ എത്തിക്കാം? 462 എത്തിക്കാം. ശരിയാണോ? 2 കൊണ്ട് ഗുണിച്ച് നോക്കണം. അപ്പൊ 462 വരും. ഇനി 6 ന്ന് 2 പോയ എത്ര വരും? 4. 7 ന്ന് 6 പോയ എത്ര വരും? 1. 6 ന്ന് 4 പോയ എത്ര വരും? 2. ഇനി ഇവിടെ എക്സ് വൈ എന്നതിന് പകരം 9 എന്ന് എഴുതാൻ പറഞ്ഞില്ലായിരുന്നു മക്കളെ? ആ 9 ഇതാ എഴുതി ചേർത്തു. ഓക്കെ ആണ്. ഇനി എന്ത് സംഭവിക്കും? ഈ 9നെ ഇങ്ങനെ താത്തിറക്കണം. കണ്ടോടാ, 9നെ താത്തിറക്കണം. ഇനി നമുക്ക് എന്ത് ചെയ്യാം? 231 ഗുണം 9 എടുത്ത് നോക്കിയാൽ മതി. നമുക്കിവിടെ 2079 എന്ന് വരും. എത്ര വരും ഇവിടെ? 2079 എന്ന് വരും. ശരിയാണ്. ഇനി എന്തോ സംഭവിക്കും? നമുക്ക് ഇവനെ ഇനി കുറച്ച് താഴേക്ക് എഴുതാം. 9 ന്ന് 9 പോയ എത്ര വരും ഇവിടെ? 0 വരും. ഇവിടെ 4 ന്ന് പോകത്തില്ല. 14 ന്ന് 7 പോകുമ്പോൾ എത്ര വരും ഇവിടെ? 14 ന്ന് 7 പോകുമ്പോൾ എത്ര വരും ഇവിടെ? 7 വരും. ഇനി ഇവിടെ 0 ആണ്. ഇനി ഇങ്ങോട്ട് നോക്കുക വേണ്ട. ഇനി ഇവിടെ ആരേ ഉള്ളൂ? ഒരു 9 മാത്രമേ ഉള്ളൂ. ശരിയാണോ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ 3 കൊണ്ട് ഗുണിക്കാം. അപ്പൊ ആൻസർ എത്ര വരും? 2, 4, 6. അപ്പൊ തന്നെ 293 എന്ന് വരും. ശരിയാണോ മക്കളെ? 293 എന്ന് വരും. അപ്പൊ നമ്മുടെ ആൻസർ എന്തായിടാ? നോക്കിക്കോ. 9 ന്ന് 3 പോകുമ്പോ എത്ര വരും മക്കളെ? 6. 9 ന്ന് 3 പോകുമ്പോ എത്ര വരും മക്കളെ? 6. ഇനി എന്തുകൊണ്ട് ഇവിടെ 7 അല്ല 10, 10നകത്ത് നിന്ന് 9 പോകുമ്പോ എത്ര വരും ഇവിടെ? 1. 7 ന്ന് 2 സോറി ഇവിടെ 693 അല്ലേടാ വരുന്നത്. സോറി, ഇവിടെ എത്ര വരിക? 693 അല്ലേ വരിക? ശരിയല്ലേടാ? 3 കൊണ്ടല്ലേ ഗുണിക്കാൻ പറഞ്ഞ? എഴുതിയപ്പോൾ മാറിപ്പോയത്. 9 ന്ന് 3 പോകുമ്പോൾ എത്ര വരും ഇവിടെ? 6. 10, 10നകത്ത് നിന്ന് 9 പോകുമ്പോൾ എത്ര വരും മക്കളെ? 1. ഇനി പറഞ്ഞോ ഇവിടെ 6 ഈ 7നകത്ത് നിന്നാണ് 1 അപ്പുറത്തേക്ക് എടുത്തത്. അപ്പൊ ഇവിടെ എത്ര ആയിട്ടുണ്ട്? 6 എടുത്തിട്ടുണ്ട്. അപ്പൊ തന്നെ റിമൈൻഡർ എത്രയായി മക്കളെ? 16 എന്നായിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്തേ? കഴിഞ്ഞ ക്ലാസ് നോക്കിയിട്ടുള്ളവർക്ക് അറിയാം. എന്താ ഈ 99 എന്ന് പറയുന്ന ആള് ഈ പറയുന്ന 231 എന്ന ആളിനെ കൊണ്ടാണ് ഡിവൈഡ് ചെയ്തത്. 676 99 എന്ന് പറയുന്ന നമ്പറിനെ 231 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പൊ റിമൈൻഡർ എന്ത് വരണമായിരുന്നു? റിമൈൻഡർ ശരിക്കും പറഞ്ഞാൽ 0 വരണ്ട. നമുക്ക് എത്ര വന്നേ? 16 വന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ പറയുന്ന റിമൈൻഡർ എന്ന് പറയുന്ന ആളിനെ 0യിലേക്ക് ആക്കാൻ നോക്കണം. 0 ആക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? ഈ 16നെ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ 99 അങ്ങ് കുറച്ചാൽ മതി. 99 നിന്ന് 16 കുറയ്ക്കുക. അപ്പൊ എന്തോ വരും ഇവിടെ? 3, 8 3, 8 83 എന്ന് വരും. അതിനർത്ഥം എന്താ? ഇവിടെ എക്സ് എന്ന് പറയുന്ന ആളിന്റെ വില എന്താ മക്കളെ? 8. വൈ എന്ന് പറയുന്ന ആളിന്റെ വില എന്താ മക്കളെ? 3. കണ്ടോ? എക്സ് ആദ്യം വരുന്ന ആൾ എക്സ്, രണ്ടാമത്. ഞാൻ ഈ നമ്പറുകൾ മൊത്തം എഴുതിയിട്ടാണ് 16 കുറയ്ക്കേണ്ടത്. ശരിയാ, ഞാൻ ഇവിടെ അത് അങ്ങനെ ചെയ്യുന്നില്ല. 99 നിന്ന് 16 കുറയ്ക്കുമ്പോൾ എക്സും വൈയും സ്ഥാനങ്ങൾ അറിഞ്ഞാൽ മതിയല്ലോ. ആ സ്ഥാനങ്ങൾ അറിയാൻ ആ സ്ഥാനങ്ങളിലുള്ള ആളുകളെ മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. 8, 3 വന്നു. എക്സിന് 8 വന്നു. വൈക്ക് എന്ത് വന്നു മക്കളെ? 3 വന്നു. ഇനി അതിനകത്തോട്ട് ഇട്ടുകൊടു. എക്സിന് 8 ഗുണം 3. കണ്ട, എക്സിന്റെ വില എന്ന് പറയുന്നത് എത്ര മക്കളെ? 8. വൈയുടെ വില എന്ന് പറഞ്ഞാൽ എത്ര മക്കളെ? 3. അപ്പൊ എന്തോ വരൂടാ? 8 ഗുണം 3 എത്രടാ? 24 മൈനസ് 5 ഗുണം 3 എത്രടാ? 15. 15ഉം 9ഉം ആണ് എന്തെന്ന് പറയുന്നത്? 24. അതായത് ആൻസർ എത്രയാ മക്കളെ? ഓപ്ഷൻ എ 9. കണ്ടോ? അപ്പോൾ ഇത് ചെയ്യാൻ ഒരുപാട് സമയമൊന്നും എടുക്കില്ല. കുറച്ച് സമയം എടുക്കും. ഒരു 10-40 സെക്കൻഡുകൾ എടുക്കുമായിരിക്കും. ആ 40 സെക്കൻഡ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് തന്നിട്ടുണ്ട്. വളരെയധികം ഫോക്കസ്ഡ് ആയിട്ടിരുന്ന് കാര്യങ്ങൾ ചെയ്യാൻ നോക്കാം.
ഓക്കെ, അപ്പോൾ ചോദ്യത്തിന് ആൻസർ എത്ര വരും മക്കളെ? 9. എന്തൊക്കെയാ ചെയ്തേ? 676, 99, ഈ ഒരു നമ്പർ 99 ആണെന്ന് അങ്ങ് സപ്പോസ് ചെയ്തു. LCM കൊണ്ട് ഡിവൈഡ് ചെയ്തു. 231 ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 16. ഈ 16 എന്ത് ചെയ്യണം? ഈ 99 നിന്ന് കുറയ്ക്കുമ്പോൾ അവിടെ എത്ര കിട്ടും? 83 എന്ന് വരും. അതായത് എക്സിന്റെ സ്ഥാനത്ത് 8, വൈയുടെ സ്ഥാനത്ത് 3. ഇനി എന്ത് ചെയ്യുക? ആ ചോദ്യത്തിനകത്ത് എന്താണോ കണ്ടുപിടിക്കാൻ പറയുന്നത് അതിനകത്തേക്ക് വിലകൾ ഇട്ട് കൊടുക്കുക. ആൻസർ എത്ര വരും? 9. കണ്ടോ, ഒരു വട്ടം കൂടെ ഒന്ന് ചെയ്ത് നോക്കുന്നത് ഒരു തെറ്റുമില്ല. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. എത്രാമത്തെ ചോദ്യമാണ്? ഇനി നമ്മുടെ 6ാമത്തെ ചോദ്യം. എത്രാമത്തെയാ? 6ാമത്തെ ചോദ്യം. നോക്കേടാ, 6ാമത്തെ ചോദ്യം എങ്ങനെയാ കിടക്കുന്നതെന്ന് നോക്കേ. എന്താ? ഇഫ് ഫ്രം ദ നമ്പേഴ്സ് 367, 489, 514, 632, 728, if 2 is added to the first digit, അതായത് ഈ തന്നിട്ടുള്ള സംഖ്യകളുടെ ഏറ്റവും ആദ്യം കിടക്കുന്ന ഡിജിറ്റ് ആരാണോ ആ ഡിജിറ്റിനോടൊപ്പം നമ്മൾ എന്ത് ചെയ്യാൻ പോവുക? 2 എന്ന് പറയുന്ന ആളിനെ കൂട്ടാൻ പോവുക. എങ്കിൽ how many new numbers will be thus formed whose sum of all digits will be a divisible of 3? അതായത് അങ്ങനെ ആ 2 കൂട്ടിയാൽ പിന്നീട് വരുന്ന സംഖ്യകളുടെ ഡിജിറ്റ് സം എടുക്കുമ്പോൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന സംഖ്യകൾ ആ കൂട്ടത്തിൽ എത്ര പേരുണ്ടാകും എന്നാ ചോദിക്കുന്നത്. ഓക്കെ ആണോ മക്കളെ? ഒരുപാട് സമയമൊന്നും വേണ്ട, എന്നാലും അതൊന്ന് കൂട്ടി നോക്കാനുള്ള ഒരു ശ്രമം എന്ന രീതിയിൽ ഞാൻ എന്ത് ചെയ്ത് തരാം? ഒരു 20 സെക്കൻഡ് തരാം. ഒന്ന് ആൻസർ കമന്റുകൾ ചെയ്തേ. ആൻസറുകളാകുന്നവനെ കമന്റുകൾ ചെയ്തേ. ആൻസറുകളാകുന്നവനെ കമന്റ് ചെയ്തേ. പടപടാന്ന് വരട്ടെ. നിലം തൊടാതെ ഓടട്ടെ, നിർത്താതെ ഓടട്ടെ. പ്രാക്ടീസ് പ്രാക്ടീസ് പ്രാക്ടീസ്. സ്പീഡ് കൂടട്ടെ. ബാ ചെയ്തു വാ. എന്തോ വരും ഇവിടെ? എന്തോ വരും മക്കളെ ഇവിടെ? അതിൻ്റെ ആൻസർ വളരെ നിസ്സാരമാണ്. 367. അവിടെ 3ന്റെ കൂടെ 2 കൂട്ടണം. അപ്പൊ എത്ര വരും മക്കളെ? 567. ഇനി എത്ര ഉണ്ട്? 489 എന്ന് പറയുന്നത് 689 ആകും. 514 എന്ന് പറയുന്നത് 714 ആകും. 632, 6ന്റെ കൂടെ 2 കൂട്ടുമ്പോൾ 8, അപ്പൊ 832 ആകും. 7, 2, 9, അപ്പൊ 928 ആകും. ഇതിൽ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നവന്മാർ ആരൊക്കെയെന്നാ? അപ്പൊ നമ്മൾ പഠിച്ചതാണ്. എന്താ? 7, 6, 13, 5, 18. ഇവന്റെ ഡിജിറ്റ് സം എത്രയാ വരിക? 18. ഇത് പറ്റും, 3 കൊണ്ട് പറ്റും. 7, 1, 8, 4, 12. ഇവിടെ ഡിജിറ്റ് സം എത്ര വന്നേ? 12. അപ്പൊ ഇതും പറ്റും. ശരിയാണോ? 9, 2, 11, 11, 8 എത്ര വരും ഇവിടെ? 19 വരും. ആൻസർ 19 ആണ് ഇവിടെ വരിക. അപ്പോൾ ഇത് ഡിജിറ്റ് സം പ്രകാരം 3യുടെ മൾട്ടിപ്പിൾ അല്ലാത്തത് കൊണ്ട് നമുക്ക് എടുത്തു കളയാം. ഇനി നോക്കാം. 8, 6, 14, 14, 9 എത്ര വരും ഇവിടെ? 23 ആണ് ഡിജിറ്റ് സം വരിക. 9, 8, 9, 17, 6, 23. ശരിയാണോ? അപ്പൊ ഇത് വരുത്തില്ല. ഇനി പറഞ്ഞു 8, 3, 11, 2, 13. ശരിയാണോ? ഇവിടുത്തെ ഡിജിറ്റ് സം 13. ഇത് വരുമോ? ഇവനും വരില്ല. ആകെ എത്ര പേര്? 1, 2. സോ അത് ആൻസർ ഈസ് ഓപ്ഷൻ D2. കണ്ടോ? ആൻസർ കിട്ടിയോ? ആൻസർ കിട്ടിയോ? വളരെ നിസ്സാരമാണ്. ഇതൊക്കെ വളരെ ബേസിക് ക്വസ്റ്റ്യൻസാ. ഇതേപോലുള്ള ചോദ്യങ്ങൾ തന്നെ നമുക്ക് ആവർത്തിച്ച് വരാൻ പോകുന്നത്. ഇനി ഇതെല്ലാം റീസെന്റ് ട്രെൻഡിൽ നിന്നെടുത്ത ചോദ്യങ്ങളാണ് മക്കളെ. പാറ്റേണുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കി മുമ്പോട്ടേക്ക് പോയാൽ മതിയടാ. പടപടാന്ന് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും നമ്മുടെ ഏത് പരീക്ഷ എടുത്താലും. ഇനി നോക്കേ, ഇത് ഞാൻ പുതുതായിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ളൊരു ചോദ്യമാണ്. നമ്മൾ പഠിച്ചതായ കാര്യമാണ്, പക്ഷേ അതിനെ ഇങ്ങനെയല്ല പഠിച്ചത്. ചെറിയൊരു കാര്യം നിങ്ങൾ അധികമായി ചെയ്താൽ ഈ ചോദ്യത്തിന്റെ ഉത്തരം കിട്ടും. എന്താ അവരെ പറയുന്നത് നോക്കേ. 500നും 650നും ഇടയിൽ എത്ര സംഖ്യകൾ ഉണ്ട്? എന്ത് ചെയ്യാൻ പറ്റാത്തത്? 3 കൊണ്ടും 7 കൊണ്ടും ഡിവൈഡ് ചെയ്യപ്പെടാൻ സാധ്യതയില്ലാത്ത, അല്ലെങ്കിൽ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത, 7 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത എത്ര സംഖ്യകളാണ് ഒരേ സമയം അവർ പറയാം 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന, 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന, 3ഉം 7ഉം കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പറുകളെ മാറ്റിയിട്ടാൽ ബാലൻസ് ഇതിൽ പെടാത്ത എത്ര പേരുണ്ട് ഈ 500നും 650നും ഇടയിൽ? ഇതാണ് ചോദ്യം. വളരെ നിസ്സാരമായിട്ട് ആലോചിച്ചാൽ കിട്ടുന്ന ചോദ്യം. പക്ഷേ ഞാൻ നിങ്ങൾക്ക് ചെയ്യാൻ ഒരു 30 സെക്കൻഡ് സമയം അനുവദിച്ചിട്ടുണ്ട്. ചെയ്ത് നോക്കേ, ഒന്ന് ചെയ്ത് നോക്കേ. നമ്മളൊരു ഫോർമുലയൊക്കെ പഠിച്ചിട്ടുണ്ട്, പക്ഷേ ഞാനിവിടെ വേറൊരു വഴി കാണിച്ചു തരാം. ഇവിടെ നിങ്ങൾക്ക് മുമ്പിൽ ഒരു വലിയ ബുദ്ധിമുട്ടുണ്ടാകും. ആ ബുദ്ധിമുട്ടിനെ ഞാൻ കവർ ചെയ്ത് കാണിച്ചു തരാം. ബുദ്ധിമുട്ടിനെ നമുക്ക് കവർ ചെയ്യണം. വെയിറ്റ് ഗൈസ്, എന്താണ് പറഞ്ഞുതരാം. നോക്കേ, ആൻസറുകൾ എന്ത് വരും എന്നൊന്ന് നോക്കേ. ഓക്കെ, എടാ നമ്മൾ ഈ 2 ഡിജിറ്റുകളെന്നും 3 ഡിജിറ്റുകളെന്നും ഒക്കെ പറഞ്ഞ് സംസാരിച്ചപ്പോഴാണ് നമ്മളൊരു ഫോർമുല യൂസ് ചെയ്തത്. ലാസ്റ്റ് മൈനസ് ഫസ്റ്റ് ഡിവൈഡഡ് ബൈ ഒന്നുകിൽ ആ നമ്പർ അല്ലെങ്കിൽ അവിടെ എടുക്കുന്ന നമ്പറുകളുടെ LCM. ഇതിൻ്റെ കൂടെ 1 കൂട്ടിയാൽ മതി, നമുക്ക് ആൻസർ കിട്ടുമെന്ന് പറഞ്ഞു. ഓക്കെ ആണോ? ഇവിടെ ഇപ്പം നമുക്ക് എന്താ
3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതും വേണം, 7 കൊണ്ട് പറ്റുന്നതും വേണം, 3 7 കൊണ്ട് പറ്റുന്നതും തിരിച്ചറിയണം. അപ്പോൾ തനിത്തനിയായിട്ട് 3 ഇക്വേഷനുകൾ നമ്മളവിടെ എടുക്കേണ്ടി വരും. ഈ ഒരു ഫോർമുലയ്ക്കകത്തേക്ക് നമ്മൾ ഇട്ടുകൊടുത്ത ആൻസർ കിട്ടും, ഒരു കുഴപ്പമില്ല. പക്ഷെ പ്രശ്നം എന്താ, സമയമെടുക്കും ഇതിനെ ചെയ്താൽ. ഇതിന് കുറച്ചുകൂടെ ഒരു എളുപ്പമായ വഴി ഞാൻ കാണിച്ചു തരാം. എന്താണെന്നറിയോ, ഇതൊന്ന് ശ്രദ്ധിച്ചേക്കണേ. 2 എണ്ണത്തിനെ കൂടെ ഡിഫറൻസ് അങ്ങ് എടുക്കുക. അതായത് 2 പേർക്കും ഇടയിൽ എത്ര നമ്പറുകൾ ഉണ്ട് എന്ന് ആദ്യമേ മനസ്സിലാക്കുക. ഇൻക്ലൂഡിങ് ബോത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ പറയാം, എടാ 10ൽ നിന്ന് 5 കുറയ്ക്കണം, 10ൽ നിന്ന് 5 കുറയ്ക്കണം എന്ന് പറയുമ്പോൾ ഞാൻ എണ്ണി തുടങ്ങുന്നത് എങ്ങനെയായിരിക്കും? പുറവിലേക്ക് എണ്ണി തുടങ്ങുന്നത് എന്താ, 1 കുറച്ചിട്ടാണ് എണ്ണി തുടങ്ങുന്നത്. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ റിവേഴ്സ് ഓർഡറിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഈ 650ൽ നിന്ന് 649 ഞാൻ എന്ത് ചെയ്യുന്നത്, 1 വീതം കുറച്ച് തുടങ്ങുന്നത്. അതായത് ഒരു നമ്പറിനെ അവിടെ ഉൾപ്പെടുത്തില്ല. ഞാൻ ആകെ പറയുന്നത് ഇത്രയേ ഉള്ളൂ, ഡിഫറൻസ് എടുക്കുക. നമ്പറുകളുടെ എന്തെടുക്കുക, ഡിഫറൻസ് എടുക്കുക. ഡിഫറൻസ് എടുക്കുക. ഇനി എന്താ ഇവിടുത്തെ ഡിഫറൻസ്? 500ഉം 650ഉം ഡിഫറൻസ് എന്ന് പറയുന്നത് 150ന്റെ ഡിഫറൻസ് ഉണ്ട്. പക്ഷേ ഈ 150ന്റെ ഡിഫറൻസിൽ ഈ 650 പെടില്ല. അവർ പറയുന്നുണ്ട് 2 പേരെയും ഉൾപ്പെടുത്തി പറയാനാ പറഞ്ഞത്. അപ്പോൾ അവിടെ ഒരു സംഖ്യ കൂടി അധികം വരുന്നുണ്ട്. കണ്ട, ആ ഒരു സംഖ്യ കൂടി എടുക്കണം. അതായത് ഡിഫറൻസ് എത്ര, 150. അതിന്റെ കൂടെ എന്തും കൂടെ കൂട്ടണം, നമ്മൾ ഒരു സംഖ്യ കൂടി കൂട്ടണം. അപ്പൊ ആൻസർ എത്ര വന്നു, 151. ഇവനാണ് നമ്മുടെ തുറുപ്പ് ചീട്ട്. ഇവനെ വെച്ചാൽ ഇനി കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത്. എന്താ ചെയ്യാൻ പോകുന്നത് നോക്കിക്കോണം. ഈ ഫോർമുല വെച്ച് ചെയ്യാൻ മക്കളെ, തെറ്റൊന്നുമില്ല. പക്ഷേ ഈ ഫോർമുലയെക്കാളും കുറച്ചുകൂടി ഈ ഒരു ഭാഗത്ത് സ്യൂട്ട് ആകുന്നത് ഈ ഒരു ചോദ്യമാണ്. ഈ ഒരു കാര്യം കൂടെ നിങ്ങളൊന്ന് അറിഞ്ഞു വെച്ചാൽ മാത്രം മതി. ഓക്കെ, ഈ കാര്യം ഒന്ന് കേട്ടേക്കണേ. ഇവിടെ 151 അല്ലേ എടുത്തത്. ഞാൻ ഇനി ചെയ്യാൻ പോകുന്നത് നോക്കിക്കോണം. എനിക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന 151 അടങ്ങുന്ന എത്ര സംഖ്യകളുണ്ടെന്ന് അറിയണം. അപ്പം ഞാൻ 151 ഡിവൈഡഡ് ബൈ 3 ചെയ്യും. 151 സംഖ്യകൾ ഉണ്ട്. ആ സംഖ്യകളിൽ 7 കൊണ്ട് എത്ര പേരെന്നറിയാൻ എന്ത് ചെയ്യണം, ഡിവൈഡഡ് ബൈ 7 ചെയ്യണം. അതുപോലെ 151 സംഖ്യകളിൽ ഇവന്മാരുടെ 2 പേരുടെയും LCM, രണ്ടും പ്രൈമാ. LCM അപ്പം എപ്പോൾ എടുക്കും, 2 കൂടെ ഗുണിച്ചാൽ മതി, 21. 2 കൂടി ഗുണിച്ചാൽ മതി, എന്ത് കിട്ടൂടാ, LCM കിട്ടും. അപ്പോൾ ഇങ്ങനെ 3 പേരെ നമ്മൾ എന്ത് ചെയ്യണം, തനിത്തനിയായിട്ട് കണ്ടുപിടിക്കണം. 151 ഡിവൈഡഡ് ബൈ 3. ഇവിടെയെല്ലാം നമ്മൾ പരിഗണിക്കേണ്ടത് ആരെ മാത്രം മക്കളെ, ഇവിടെ നിന്ന് കോഷ്യൻസ് മാത്രമേ എടുക്കാവൂ കേട്ടോ. കോഷ്യന്റുകൾ മാത്രമേ എടുക്കാവൂ, റിമൈൻഡറുകളല്ല നമുക്ക് വേണ്ടത്. ആരെയാ വേണ്ടേ, കോഷ്യന്റുകളെയാണ് നമുക്ക് വേണ്ടത്. എടാ 151 ഡിവൈഡഡ് ബൈ 3 എത്ര വരുമായിരിക്കൂടാ, കോഷ്യന്റ് 50, റിമൈൻഡറിനെ പരിഗണിക്കണ്ട. ഇവിടെ 151 ഡിവൈഡഡ് ബൈ 7 എത്ര വരുമായിരിക്കും, 15നകത്ത് 2, താണ്ടേ 15നകത്ത് 2, അപ്പൊ 14, 11നകത്ത് 1, അപ്പൊ 21 വരും ഇവിടുത്തെ കോഷ്യന്റ്. ഇതെത്ര വരുമായിരിക്കൂടാ, 21 ആകുമ്പോഴേക്കും നമുക്ക് ഏകദേശം ഒരു 7 എന്നായിരിക്കും ഇവിടെ ആൻസർ വരിക. ഓക്കെ ആണോ മക്കളെ, ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണോ? ഇനി നമുക്കറിയാം 3 എന്ന് പറയുന്ന ആ ആളിന്റെ മൾട്ടിപ്പിൾ ആകുന്ന എത്ര പേർ, 7 എന്നതിന്റെ മൾട്ടിപ്പിൾ ആകുന്ന എത്ര പേർ, ഇതിനെ രണ്ടിനെ കൂടെ നമ്മൾ എന്ത് ചെയ്യുകയാണ് വേണ്ടത്, കൂട്ടണം. ശരി, ഇങ്ങനെ കൂട്ടുമ്പോ 7 കൊണ്ടും 3 കൊണ്ടും ഒരേ സമയം ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ആളുകളെ 2 തവണ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള ആളുകൾ എത്ര പേര്, 7 പേര്. അപ്പൊ അതിനെ അങ്ങ് കുറച്ച് മാറ്റണം. അതായത് 50 21 കൂട്ടി LCMന്റെ വില അങ്ങ് കുറയ്ക്കണം. അപ്പൊ ആൻസർ എത്ര വരും മക്കളെ, ആൻസർ വിൽ ബി 64. എത്ര വരും ഇവിടെ, 64. 50 20 70 71 71 7 പുറകിലേക്ക് വരുമ്പോൾ 64 വരും. ഇനി ഒന്ന് ആലോചിച്ച് നോക്കേ, ഈ 64 പേരുടെയും പ്രത്യേകത എന്താ, 151 പേരിൽ 3 കൊണ്ട് ഓർ 7 കൊണ്ട് പറ്റുന്ന ഡിവിസിബിൾ ആകുന്ന ആളുകളാണ് ഇവന്മാര്. നമുക്ക് വേണ്ടത് എന്താ, നെയ്തർ, അതായത് പറ്റാത്ത, ഡിവിസിബിൾ ആകാത്ത. മൊത്തം 151 പേരിൽ 64 പേര് ഡിവിസിബിൾ ആണ്. അപ്പം 161 64 പേര് ഡിവിസിബിൾ ആണെങ്കിൽ എത്ര പേര് പറ്റില്ല, അത് കുറച്ച് നോക്കിയാൽ മതി. ആൻസർ വിൽ ബി എത്ര വരും മക്കളെ, നോക്കേ എത്ര വരും ഇവിടെ, 87. ഇറ്റ് വിൽ ബി 87. ആൻസർ ഓപ്ഷൻ എ. മറ്റേ മെത്തേഡ് വെച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്തു നോക്കാം. ചെയ്തു നോക്കിയിട്ട് കിട്ടുന്നില്ലെങ്കിൽ പറ, എടാ കിട്ടൂടാ, ചെയ്തു നോക്ക്. പക്ഷെ ഇച്ചിരി സമയം കൂടുതലാണ്, ശരിയല്ലേ? ഇവനാണെങ്കിൽ എന്ത് വേണ്ട, സമയം വേണ്ട. ഇവനാണെങ്കിൽ എന്ത് വേണ്ട, സമയം വേണ്ട. ഇവനാണെങ്കിൽ എന്ത് വേണ്ട, സമയം വേണ്ട. ഇനി ഇതിനകത്തേക്ക് ഡിജിറ്റ് സം എന്ന് പറയുന്നൊരു മെത്തേഡ് ഉണ്ട്. ഡിജിറ്റ് സം എന്ന് പറയുന്നൊരു മെത്തേഡ് ഉണ്ട്. ഈ മെത്തേഡിന് ഞാൻ പ്രത്യേകമായിട്ടൊരു സെഷൻ തന്നെ നിങ്ങൾക്ക് എടുത്തു തരും. ആ ഡിജിറ്റ് സം എന്ന് പറയുന്ന മെത്തേഡ് കൂടി നല്ലതുപോലെ അറിയാമെങ്കിൽ കുറച്ചുകൂടി സ്പീഡ് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഇൻക്രീസ് ചെയ്യാം എന്നുള്ളൊരു കാര്യമൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ നമുക്ക് വഴിയെ പഠിക്കാം. ഇങ്ങനെയുള്ള ചോദ്യങ്ങളിൽ സ്പീഡ് ബൂസ്റ്റ് ചെയ്യാൻ ഒരു വഴിയായിട്ടാണ്. പക്ഷെ അവിടെയും കുറെ കോംപ്ലിക്കേഷൻസ് ഉണ്ട്. അതൊക്കെ ഞാൻ ആ ഭാഗം വരുമ്പോൾ പറഞ്ഞുതരാം. ശരി, നമുക്ക് അടുത്ത 8ാമത്തെ ചോദ്യത്തിനകത്തോട്ട് പോകാം. മക്കളെ 8ാമത്തെ ചോദ്യം എന്ന് പറയുന്നത്
എട്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുള്ള, നമ്മൾ മനസ്സിലാക്കി പോയിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാണ്. ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ പടാന്ന് ഉത്തരം പറയാവുന്ന ഒരു ചോദ്യം. ഹൗ മെനി ഹോൾ നമ്പേഴ്സ് ആർ ദെയർ ബിറ്റ്വീൻ 244 ആൻഡ് 332 വിച്ച് ആർ എക്സാക്ട്ലി ഡിവിസിബിൾ ബൈ 7? ഇവിടെ ഒരാളുടെ ഡിവിസിബിലിറ്റി മാത്രം വെച്ചുകൊണ്ടാണ് ഇവരുടെ രണ്ടുപേരുടെയും ഇടയിലെ കാര്യം പറയുന്നത്. ശരിയല്ലേ? നമുക്ക് നമ്മുടെ നമ്മൾ പഠിച്ച ഇക്വേഷൻ തന്നെ ഇട്ടുകൊടുത്തു. ലാസ്റ്റ് മൈനസ് ഫസ്റ്റ് ഡിവൈഡഡ് ബൈ എന്ത്, ആ നമ്പർ പ്ലസ് 1. ഇതായിരിക്കും അതിൻ്റെ ആൻസർ. ഓക്കെ ആണോ? നൈസായിട്ട് സിംഗിൾ നമ്പറൊക്കെ ആണെങ്കിൽ നമുക്ക് ഇത് തന്നെ ഇട്ട് കൊടുത്താൽ മതി. മക്കളെ എത്ര സമയം എടുക്കൂടാ? ഇതൊരു 15 സെക്കൻഡ് വേണ്ട, ഞാനൊരു 20 സെക്കൻഡ് ഇട്ട് തരാം. ചെയ്തിട്ട് ആൻസർ ഒന്ന് കമൻറ്റ് ചെയ്തേടാ കണ്ണ, ഒന്ന് കമൻറ്റ് ചെയ്തേടാ. ഇതിൻ്റെ ആൻസർ എന്ത് വരുമെന്നൊന്ന് കമൻറ്റ് ചെയ്തേ. 244-നും 332-നും ഇടയിൽ എത്ര പേരുണ്ട് 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത് എന്നാണ് ചോദ്യം. എങ്ങനെ, എത്ര പേർ? ആലോചിച്ച് നോക്ക്. ഇവിടെ നമുക്ക് ജസ്റ്റ് ഡിവിസിബിലിറ്റി ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. എത്ര പേരോടാ നോക്ക്. നമുക്ക് അവിടെ ആദ്യമേ എന്ത് ചെയ്യണം, ആ ലാസ്റ്റ് നമ്പർ ആരാണെന്ന് കണ്ടുപിടിക്കണം. ശരിയല്ലേടാ? ഈ ലാസ്റ്റ് നമ്പർ കണ്ടുപിടിക്കുക എന്ന് പറയുമ്പോൾ ആദ്യമേ നമ്മൾ എന്ത് ചെയ്യണം, 332-നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ ഡയറക്റ്റ് ഡിവിസിബിലിറ്റിയുടെ ടെസ്റ്റ് ആയാലും മതി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നിലവിൽ നമ്മളിവിടെ 33 എടുത്തു, 33 എന്ന് പറഞ്ഞെടുത്തു. ഇവിടെ അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. എന്തായാലും ഈ പറയുന്ന 32, ഇവിടെ 2 ഇപ്പം 7 എന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ തന്നെ പഠിച്ചു. 7 എന്നാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവൻ്റെ ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യാൻ എത്ര കൊണ്ട് ഗുണിക്കണമെന്ന് പറഞ്ഞാൽ 2 കൊണ്ട്. അപ്പോൾ 2 2 4, 33 ആകുമ്പോഴത്തേക്ക് 29. 29 എന്ന് പറയുമ്പോൾ ഡിഫറൻസ് എടുക്കുന്ന സമയത്ത് എന്തായാലും എന്തിൽ വരില്ല, 29 എന്ന് പറയുന്നത് എന്തിൽ വരില്ല, ഈ പറയുന്ന 7ന്റെ മൾട്ടിപ്പിളിനകത്ത് വരില്ല. അതുകൊണ്ട് അത് എന്തായാലും അല്ല. 331 ആണോ? 1ന്റെ ഇരട്ടി 2, 31 അപ്പോൾ വരത്തുള്ളൂ. 33 2 കുറയ്ക്കാൻ പറ്റും. ശരിയല്ലേ? ഇനി നമുക്ക് ആരെ നോക്കണം, 330 ആണോ? അതെന്തായാലും അല്ല. 329 ആണോ എന്നൊരു ചോദ്യം വരും. 9ന്റെ ഇരട്ടി 18. ശരിയാണോടെ? 9ന്റെ ഇരട്ടി 18. അപ്പോൾ 18ഉം 32ആയിട്ടുള്ള വ്യത്യാസം എത്ര വരുമായിരിക്കും? 18ഉം 32. 18ഉം 32. 32 മൈനസ് 18 എത്ര വരുമായിരിക്കും ഇവിടെ കുറയ്ക്കുമ്പോൾ? ഇവിടെ 12 8. അപ്പോൾ എത്ര വരും ഇവിടെ? 4 വരും. 2ൽ നിന്ന് 1 പോയാൽ എത്ര വരും? 1. അതായത് 14. അതായത് നമ്മുടെ ലാസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 329. ഡിവിസിബിലിറ്റി അങ്ങനെ ചെക്ക് ചെയ്തു. ഓക്കെ ആണോ? മൈനസ് ഫസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് എന്താണ്? 244 ആണ്. 24 ഇവിടെ എത്രയാണ് വരിക? 8 ആണ് കുറയ്ക്കുന്നതെങ്കിൽ 244 8 ആണ് കുറയ്ക്കുന്നത്. അല്ലെങ്കിൽ വേണ്ട, ഇവിടെ നമുക്ക് ഡിവിസിബിലിറ്റി ഈ രീതിയിൽ ചെയ്തില്ലേ? 247 നമുക്ക് അല്ലാതെ ചെയ്യാം. ഇതാണ്ട് 244-നെ 7 കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്യും. രണ്ടും നോക്കാലോടാ. 7 കൊണ്ട് ചെയ്യുമ്പോൾ ഇവിടെ എത്ര വരും? 7 3 21. ബാലൻസ് എത്ര ഉണ്ട് മക്കളെ? 3 34. 7 4 28. ബാലൻസ് എത്ര ഉണ്ട്? 28ഉം 6ഉം അവിടെ കിടപ്പുണ്ട്. ശരിയാണോ? ആണോ മക്കളെ? 7 4 28. ഒന്ന് ആലോചിച്ച് നോക്കടാ. 4ൽ നിന്ന് 1 പോയാൽ 3 വന്നു. ദാണ്ട് ഇവിടെ 4. 7 4 28. 28 എന്ന് പറയുമ്പോഴേക്കും അവിടെ ബാലൻസ് എത്ര ഉണ്ട്? 28ഉം 6ഉം ആണ് 34. ദാണ്ട് 6 റിമൈൻഡർ വന്നിട്ടുണ്ട്. കറക്റ്റ് അല്ലേ? ആണ്. ഇനി എന്ത് ചെയ്യാം? ഇവിടെ 6 ആണ് റിമൈൻഡർ വന്നത്. നമ്മൾ എന്ത് ചെയ്യണോടാ? ഈ 6 എന്ന് പറയുന്നത് 7 ആകാൻ വേണ്ടി, അതായത് 244-ന് ശേഷമുള്ള നമ്പറുകളല്ലേ പരിഗണിക്കണ്ടേ? അപ്പോൾ ഇവിടെ 6 ആകാൻ വേണ്ടി 1 കൂട്ടണം. അപ്പോൾ 244-ന്റെ തൊട്ടടുത്ത സംഖ്യ ആരാ? 245. 245 ഡിവൈഡഡ് ബൈ സംഖ്യ ഏതാ? 7 പ്ലസ് 1. ശരിയാണോ? ഇനി തങ്ങളിലുള്ള ഡിഫറൻസ് ഇവിടെ എടുത്താൽ മതി. 329 മൈനസ് 245 എത്ര വരും? 4. ഇവിടെ എത്ര ഇടാ? 12ൽ നിന്ന് 4 പോയാൽ എത്ര ഇടാ? 84. ഒന്നും എത്ര വരും ഇവിടെ? 84 ആണോ? അല്ലല്ലോ. ഇവിടെ ഹൗ മെനി നമ്പേഴ്സ് ഹോൾ നമ്പേഴ്സ് ആർ ദെയർ? അപ്പൊ എന്തോ വരും ഇവിടെ? 12. താണ്ട് ഇവിടെ 3ൽ നിന്ന് ഇങ്ങോട്ടായപ്പോ 12. 12ൽ നിന്ന് 4 ആയപ്പോ എത്ര വരും മക്കളെ? 8. ഇനി എന്ത് ചെയ്യണം? 84 വരുന്നുണ്ട്. 84 ഡിവൈഡഡ് ബൈ 7 ആകുമ്പോൾ 12 വരും. ഒന്നും കൂടെ ആകുമ്പോൾ 13. ആൻസർ എത്ര വരും ഇവിടെ? 13. ഓപ്ഷൻ ഡി. കണ്ട മക്കളെ, ഞാൻ ഈ ഒരു സമയമെടുത്തത് ചെയ്യുന്നത് നിങ്ങൾക്കൂടെ കാര്യങ്ങൾ മനസ്സിലാകട്ടെ എന്നുള്ളത് കൊണ്ടാണ്. ഇത് ചെയ്യാനാകെ ഒരു ബുദ്ധിമുട്ടുമില്ല, നൈസായിട്ട് ചെയ്തു വരാവുന്നതേ ഉള്ളൂ. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക? മനക്കണക്ക് കൂട്ടുക. ഇവിടെ ജസ്റ്റ് നമുക്കറിയാം 30. നമ്മൾ അപ്പോഴേ നമ്മളെ മനസ്സിലാലോചിക്കും, ഇവിടെ 3 ആണ്, 3ന്റെ ഇരട്ടി 2 ആണ്, 2ന്റെ ഇരട്ടി 4 ആകുമ്പോൾ 33 കുറയ്ക്കണം അവിടെ. അപ്പോൾ പിന്നെ എന്തായാലും ഒന്നിട്ട് പ്രയോജനമില്ല. 329 പറ്റുമോ? പറ്റും. അപ്പോഴേ സെറ്റ് ചെയ്തു. ഇവിടെ 4ന്റെ ഇരട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വരും ഇവിടെ? 4ന്റെ ഇരട്ടി എന്ന് പറയുമ്പോൾ 8 പോകുമ്പോഴത്തേക്ക് 24-ൽ നിന്ന് 8 പുറകിലേക്ക് വരുമ്പോഴേക്കും അവിടെ എത്രയാണ് വരിക? 16 വരും. 16 7ന്റെ ഗുണിതത്തിനകത്ത് ഇല്ല. ഇനി അവിടെ ആലോചിക്കാം, 1 കൂട്ടണം. അപ്പൊ 245. 10 24-ൽ നിന്ന് 10 കുറയുമ്പോൾ എന്താണ്? 14. അപ്പൊ തന്നെ മൈൻഡിലാണ് കാൽക്കുലേഷൻ നടന്നത്.
ശരിയല്ല, മൈൻഡിലാ കാൽക്കുലേഷൻ നടന്നത്. 2 നമ്പർ പിന്നെ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കേണ്ട പാട് മാത്രമേ ഉള്ളൂ. അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഓക്കെ അല്ലേ? പിന്നെ ഈ ഒരു ഇക്വേഷൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നിങ്ങളോട് നേരത്തെ പറഞ്ഞ സാധനം ഇല്ലേ, അതൊരു അപ്രോക്സിമേഷൻ എന്നുള്ള രീതിയിലേക്ക് നെയ്തർ നോർ എന്നൊക്കെ പറഞ്ഞു വരുമ്പോഴൊക്കെ മാത്രമേ ഉപയോഗിക്കാവൂ കേട്ടോ. ഈ ഡയറക്റ്റ് മെത്തേഡുകളൊക്കെ വരുമ്പോൾ അത് ഇങ്ങനെ തന്നെ ഒക്കെ ഉപയോഗിക്കാൻ നോക്കുക. പക്ഷേ വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വലിയ LCM വരുന്ന നമ്പർ ആണെങ്കിൽ എന്ത് ഉപയോഗിക്കണം? ഞാൻ മറ്റേ പറഞ്ഞ മെത്തേഡ് ഏതാ? നമ്മൾ ആ നമ്പർ ഡിഫറൻസ് എടുക്കുന്നു, എന്നിട്ട് ഡിവൈഡഡ് ബൈ ഏതൊക്കെ നമ്പറുകളാണോ തന്നേക്കുന്നത് അത് വെച്ചിട്ട് ഓരോന്നും എടുത്തിട്ട് കൂട്ടുക കുറയ്ക്കുക എന്ന് പറഞ്ഞില്ലേ, ആ മെത്തേഡ് എടുക്കുക. ഇനി ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? ഇവിടെയും നമുക്ക് ഡിഫറൻസ് ഇത് വെച്ചിട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് 12.5 എന്ന് വരും. അപ്പൊ 12.5 മുകളിലായതുകൊണ്ട് 13 അങ്ങ് മാർക്ക് ചെയ്തേക്കുക. 2 രീതിയിലാകുമ്പോഴും വരും. ചിലതൊക്കെ അപ്രോക്സിമേഷൻസ് എന്നുള്ള രീതി കയറി വരും ഇവിടെ. അപ്പൊ അതൊക്കെ ഒന്ന് പരിഗണിച്ച് വേണം എന്ത് ചെയ്യാൻ, കാര്യങ്ങളൊക്കെ മുമ്പോട്ട് കൊണ്ടുപോകാൻ. ഡിഫറൻസ് ഇപ്പൊ തന്നെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റിയിട്ടുണ്ടാവും. എൻ്റെ അടുത്ത് ക്ലാസ്സിൽ കുട്ടികൾ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, സാറേ എനിക്കൊരു ബേസ് ഇല്ല, ഞാൻ എവിടെ നിന്ന് പഠിച്ചു തുടങ്ങണം? ഇതിന് ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ, NCERT പാഠപുസ്തകങ്ങൾ. എന്തുകൊണ്ടാണ് NCERT നിങ്ങളുടെ പ്രിപ്പറേഷൻ്റെ ഫൗണ്ടേഷൻ ആവണമെന്ന് പറയുന്നത്? ഏത് കോമ്പറ്റേറ്റീവ് എക്സാം എടുത്തു കഴിഞ്ഞാലും ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് NCERT നിന്നാണ്. അതുപോലെ തന്നെ NCERT ആയിരിക്കണം നിങ്ങളുടെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. കൊച്ചു കുട്ടികൾ പഠിക്കുന്ന പാഠപുസ്തകങ്ങൾ വായിച്ച് മനസ്സിലാക്കി പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺസെപ്റ്റുകൾ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇതുകൊണ്ട് തന്നെയാണ് സ്കോർ ടീം നിങ്ങൾക്ക് വേണ്ടി ഡീകോഡിംഗ് NCERT സീരീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഹിസ്റ്ററി, പൊളിറ്റി, ജോഗ്രഫി, എക്കണോമിക്സ് തുടങ്ങിയ എല്ലാ വിഷയങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള NCERT പാഠപുസ്തകങ്ങൾ ഡീകോഡ് ചെയ്തുകൊണ്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഈ ഓരോ വിഷയങ്ങൾക്കും ഏതൊക്കെ NCERTയിൽ ഏതൊക്കെ ചാപ്റ്ററുകളാണ് പഠിക്കേണ്ടത് എന്ന് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഡീറ്റെയിൽഡ് PDF നമ്മൾ നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും NCERT വായിക്കുന്നത് ഒരു ശീലമാക്കി മാറ്റും. താണ്ടേടാ ഈ ചോദ്യം നോക്കേ, 1, 4, 6, 9 ഈസ് ഡിവിസിബിൾ ബൈ വിച്ച് ഓഫ് ദ ഫോളോയിങ്? താഴെ തന്നിരിക്കുന്നതായ ആളുകളെ വെച്ച് നോക്കുമ്പോൾ ഈ 1, 4, 6, 9 എന്ന ആളിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത് ആരെ വെച്ചിട്ട്? എന്ത് ചെയ്താൽ മതി? ഓപ്ഷൻ ഓർഡർ ചെയ്തു പോകണം കേട്ടോ. ചിലപ്പോൾ പെട്ടെന്നുള്ള നോട്ടത്തിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നമോ തോന്നുന്ന ആളെ വേണമെങ്കിലും തിരഞ്ഞെടുത്തോ, കുഴപ്പമില്ല. ഡയറക്റ്റ് ചെയ്തു പോകുന്നതായിരിക്കും നല്ലത്. അല്ലെ, ഞാൻ ഇതിന് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്കൊരു 20 സെക്കൻഡ് തരാം. ആൻസർ ടപ്പേന്നൊന്ന് കമൻറ്റ് ചെയ്തേ. എന്താ വരും ഇവിടെ ആൻസർ? എന്താ വരും മക്കളെ ആൻസർ? ചെയ്യാവുന്നതല്ലേ ഉള്ളൂ, നിസ്സാരമായിട്ട് ആലോചിച്ചാൽ മതി. 17 ആവുമ്പോൾ ഞാൻ ആലോചിക്കുക 13, 17, 19 നടുക്ക് 17 ആകുമ്പോൾ 2 പേര് കുറയ്ക്കുക വേണ്ടേ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? യൂണിറ്റ് അടിച്ചിട്ട് തന്നെ മാറ്റിയിട്ടു. 17 ആകുമ്പോൾ എത്ര കൊണ്ട് അപ്പുറം ഇപ്പുറം കുടിക്കണ്ടേ? 5 കൊണ്ട്. 9 5 എത്ര? 45. 146 - 45 എടുക്കുമ്പോൾ കുറയ്ക്കണം. 17 ആകുമ്പോൾ അവിടെ എന്താ കുറയ്ക്കുകയല്ലേ വേണ്ടേ? എൻ്റെ ആൻസർ എത്ര വരും? 1. ഇവിടെ എത്ര വരും? 0, 1. 101 എന്ന് വരും മക്കളെ. 101 എന്ന് പറയുന്ന ഒരു പ്രൈം നമ്പറാണ്. എന്താണ് പ്രൈം നമ്പർ? അതായത് പ്രൈം നമ്പർ ആണെങ്കിൽ പിന്നെ ഇനി ഡിവിസിബിലിറ്റി നോക്കിയിട്ട് കാര്യമില്ല. 17 എന്തായാലും ഇതിൽ ഉൾപ്പെടില്ല എന്ന് ഉറപ്പിച്ചു. ഇനി ഇവിടെ അടുത്ത ആരാ ഉള്ളത്? 146. ഇനി ആരാ ഉള്ളത്? 13. 13 ആണെങ്കിൽ ഇവിടെ 9 അല്ലേ? എത്ര കൊണ്ടാണ് മക്കളെ കുടിക്കേണ്ട? 4 കൊണ്ട്. 9 എത്രടാ? 36. ഇനി അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? 146 36 എന്ത് ചെയ്യണോടാ? കൂട്ടണം. കുറയ്ക്കുകയാണോ വേണ്ടേ? അല്ല, കൂട്ടണം. കൂട്ടുമ്പോൾ എൻ്റെ ആൻസർ എത്ര വരും മക്കളെ? 6 വരും 12 2 ശിഷ്ട 1 4 1 5 3 8. ആണ്ട് ഇവിടെ 1 കിടപ്പുണ്ട്. ഇവിടെ ഞാൻ എന്ത് ചെയ്യണം? ഇനി 182 ഡിവിസിബിൾ ആണോ എന്ന് ഞാൻ എന്ത് ചെയ്യണം? അവിടെ ചെക്ക് ചെയ്യണം. ആണ്ട് ഇവിടെ 182 വന്നില്ലേ? 182 ഡിവിസിബിൾ ആണോ ചെക്ക് ചെയ്യണം. ആണ്ട് 4 2 8. ഇവിടെ 18 8 കൂടെ കൂട്ട്. അപ്പൊ എത്ര വരും ഇവിടെ? 26 വരും. 26 13ന്റെ മൾട്ടിപ്പിൾ. അപ്പൊ ഡിവിസിബിൾ ബൈ 13. ഞാൻ ചെയ്ത രീതി ഉണ്ടോ? ഞാൻ ആദ്യത്തെ സ്റ്റെപ്പ് പറഞ്ഞു. എനിക്കപ്പോൾ കിട്ടിയ നമ്പർ ഡിവിസിബിൾ ആണോ അല്ലയോ എന്ന് അറിയില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? 13ന്റെ ഡിവിസിബിലിറ്റി പിന്നെയും വർക്ക് ചെയ്യണം അതിനകത്ത് തന്നെ. ഓക്കെ, അത് ഡിവിസിബിലിറ്റി നോക്കുമ്പോൾ എനിക്ക് 26ലേക്ക് എത്തുന്നുണ്ട്. എൻ്റെ നമ്പർ 13 ആയിരിക്കും എൻ്റെ ആൻസർ. ഓക്കെ ആണോ? അതായത് ഇനി അങ്ങോട്ടേക്ക് ചെയ്തു പോകണ്ട. കൂട്ടത്തിൽ ഒരാളേ ഉള്ളൂ ഡിവിസിബിലിറ്റി സാറ്റിസ്ഫൈ ചെയ്യുന്നതെന്നുള്ളത് ചോദ്യം വായിക്കുമ്പോൾ തന്നെ മനസ്സിലായില്ല. ഇനി അങ്ങോട്ട് ചെയ്തു നോക്കണം വേണ്ട. ഓക്കെ ആണ്. ശരി, അപ്പോൾ ആ ഒരു കാര്യവും പിടികിട്ടി മക്കളെ. അതാ ഇനി ഈ ഒരു ചോദ്യം നോക്കിയാൽ നമ്മുടെ 10ാമത്തെ ചോദ്യം. ഇഫ് ദ നമ്പേഴ്സ് 9A 5 3 B 2 5. എന്താണ്? 9A 5 3 B 2 5. ഇതാണ് നമ്പർ. ഓക്കെ ആണോ? ഈ നമ്പറിനെ ഇറ്റ് ഈസ് ഡിവിസിബിൾ ബൈ 99. അപ്പോൾ 99 എന്ന് പറയുമ്പോൾ നമ്മൾ ആരെ നോക്കണം? 11 ഗുണം 9. അതായത് 99 11 ഗുണം 9 ആണെങ്കിൽ 11ന്റെയും 9ന്റെയും ഡിവിസിബിലിറ്റി ഇതിൽ ചെക്ക് ചെയ്യുക. ചെക്ക് ചെയ്തുകൊണ്ട് എയും ബിയും ആരാണെന്ന് കണ്ടെത്തുക. ഓക്കെ ആണോ? ചെക്ക് ചെയ്തുകൊണ്ട് എയും ബിയും ആരാണെന്ന് കണ്ടെത്തുക. മക്കളെ, ഒരു 40 സെക്കൻഡ് ഈ ചോദ്യത്തിന് ധാരാളമാണ് ചെയ്യാൻ. ഒന്ന് മനസ്സിലാക്കി നോക്കേ എങ്ങനെ ചെയ്യാൻ പറ്റും എന്നൊന്ന് മനസ്സിലാക്കി നോക്കേ. എങ്ങനെ പറ്റും ഈ ചോദ്യം എങ്ങനെ ചെയ്യാൻ പറ്റും എന്ന് ഒന്ന് മനസ്സിലാക്കി നോക്കേ. ഇത് നമ്മൾ ഇത്തിരി കട്ടി കൂട്ടിയിട്ട ചോദ്യമാണ്. അതായത് നമ്മൾ പഠിച്ചതാണ് ഈ കോൺസെപ്റ്റ്.
എന്നിരുന്നാലും ഒന്നുകൂടി ഒന്ന് ഇരുത്തി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് ഈ ഒരു ഭാഗം. ഒന്ന് ആലോചിച്ചിട്ട് ഇതിൻ്റെ ആൻസർ എത്ര വരുമെന്നൊന്ന് പറഞ്ഞിടാം. എത്ര കിട്ടി? ആൻസറുകൾ ഒന്നൊന്നായി കമൻറ്റുകളിൽ വരട്ടെ, കമൻറ്റുകളായി വരട്ടെ ആൻസറുകൾ. തെറ്റായാലും കുഴപ്പമില്ല, തിരുത്തി പഠിക്കാം. തിരുത്തി പഠിക്കണമെങ്കിൽ എവിടാണ് എനിക്ക് തെറ്റുന്നതെന്ന് കണ്ടെത്തണം, എന്നാലേ എനിക്ക് തിരുത്താൻ പറ്റൂ. തിരുത്തി പഠിച്ചാൽ ഒന്നുകൂടെ ഓർത്തിരിക്കും, നല്ലതുപോലെ ഓർത്തിരിക്കും. ശരി, എങ്ങനെ സംഭവിക്കുമെന്ന് നോക്കേ മക്കളെ. എടാ ദാ ഇവിടെ ഇത്രയും കാര്യമുള്ളൂ. ഏറ്റവും ആദ്യം 9ന്റെ ഡിവിസിബിലിറ്റി നോക്കുന്നതായിരിക്കും നല്ലത്. 9ന്റെ ഡിവിസിബിലിറ്റി സം ഓഫ് ഡിജിറ്റ്സ് എടുത്താൽ പോരെ. മൊത്തം കൂടെ നോക്ക്. 9 5 14, 14 3 17 2 19 5 എത്ര വരും മക്കളെ? 24. മൊത്തം കൂടെ കൂട്ടുമ്പോൾ എത്ര വന്ന്? 24. പക്ഷേ കൂട്ടാതെ ഇട്ടിരുന്ന 2 പേരുണ്ടല്ലോ, എയും ബി, അതിനെയും കൂടെ കൂട്ട്. പ്ലസ് എ പ്ലസ് ബി. മൊത്തം കൂടെ കൂട്ടുമ്പോൾ എനിക്ക് ആരായിരുന്നു വരേണ്ടത്? ഒരു മൾട്ടിപ്പിൾ ഓഫ് 9 ആണ് വരേണ്ടത്. മൾട്ടിപ്പിൾ ഓഫ് 9 ആണ് എനിക്ക് അവിടെ വരേണ്ടത്. ഓക്കെ അല്ലേ? ഇനി അവിടുത്തെ ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? ഓപ്ഷനുകളെ നോക്കിയ മക്കളെ. എയും ബിയും കൂടെ കൂട്ടിയാൽ 24നോടൊപ്പം എയും ബിയും കൂടെ കൂട്ടിയാൽ 9ന്റെ മൾട്ടിപ്പിൾ ആകാൻ തൊട്ടടുത്തത് ആരാ ഉള്ളത്? 24 കഴിഞ്ഞാൽ 27 ഒരു 9ന്റെ മൾട്ടിപ്പിളാണ്. ശരിയല്ലേ? 24 27 ആകണമെങ്കിൽ എ പ്ലസ് ബിയുടെ വില എന്തായിരിക്കണം? 3. ശരി. ഇനി ഇതല്ല എന്നാണെങ്കിൽ അവിടെ ആരാ ഉള്ളേ? ഇതല്ല എന്നാണെങ്കിൽ അവിടെ അടുത്ത ആളെന്ന് പറയുന്നത് 36 ആണ്. പക്ഷെ 36 എന്ന് പറയുന്നത് വരില്ല. കാര്യം എന്താ? 36 വരണമെന്നുണ്ടെങ്കിൽ എ പ്ലസ് ബിയുടെ വില എന്ന് പറയുന്നത് 12 ആകണം. ഇവിടെ ഓപ്ഷൻ പ്രകാരം 12 വരാൻ, കൂട്ടുമ്പോൾ 12 വരാൻ സാധ്യതയുള്ള ആരും വന്നില്ലല്ലോ, എയ്ക്കും ബിക്കും കൂടെ ചേർത്ത് വിലകളായിട്ട്. അതുകൊണ്ട് 36 അല്ല, എ പ്ലസ് ബിയുടെ വില എന്താണ്? 3. അപ്പോൾ ഒരു ഐഡിയ കിട്ടി. എ പ്ലസ് ബി എന്ന് പറയുന്നത് 3. ഇനി എന്താ അവിടെ രണ്ടാമത്? ഇനി നമുക്ക് 11ന്റെ ഡിവിസിബിലിറ്റി വെച്ച് കാര്യങ്ങളെ പഠിക്കണം. അവിടെ 11ന്റെ ഡിവിസിബിലിറ്റി ഓൾട്ടർനേറ്റ് നമ്പറുകളല്ലേ. അതായത് 9 കഴിഞ്ഞാൽ 5 എടുക്കണം, 5 കഴിഞ്ഞാൽ ബി എടുക്കണം, ബി കഴിഞ്ഞാൽ 5 എടുക്കണം. 9 5 14 പ്ലസ് ബി പ്ലസ് 5. 9 5 14 5 19. കണ്ടോടാ, 19 പ്ലസ് ബി എന്ന് വരും. ഇനി അടുത്തത് എ ഉണ്ട്, 3 ഉണ്ട്, 2 ഉണ്ട്. 3 2 5. 5 ഒന്നും എത്ര വരും? 5ഉം എയും കൂടെ ചേർത്ത് 5 പ്ലസ് എ. കണ്ടോ മക്കളെ? 5 പ്ലസ് എ. ഇത് രണ്ടും കൂടെ കുറയ്ക്കണം. ഈക്വൽ ടു നമുക്ക് സാധാരണഗതിയിൽ എന്താ ഉത്തരം വരണ്ടേ? ഒന്നുകിൽ അവിടെ എന്ത് വരണം മക്കളെ? 0 വരണം. അല്ലെങ്കിൽ എന്ത് വരണം മക്കളെ? 11ന്റെ ഡിവിസിബിലിറ്റി ആണെങ്കിൽ അവിടെ 11 വരണം. അല്ലെങ്കിൽ എന്ത് വരണം മക്കളെ? മൾട്ടിപ്പിൾ ഓഫ് 11 ആയ ആരായാലും മതി. ഒന്നുകിൽ 0, അല്ലെങ്കിൽ 11, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഓഫ് 11 ആകുന്ന ആരായാലും മതി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ബ്രാക്കറ്റ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്താൽ മതി. 19ഉം മൈനസ് 5ഉം കൂടെ ആകുമ്പോൾ എത്ര വരും? 14. ഓക്കെ ആണോ? ഇനി ഇവിടെ ആരുണ്ട്? പ്ലസ് ബി ഉണ്ട്, മൈനസ് എ ഉണ്ട്. ഈസ് ഈക്വൽ ടു എത്ര എടുക്കാമെന്ന് ആലോചിച്ച് നോക്കേ. എന്തായാലും ഒരു കാരണവശാലും നമുക്കിവിടെ എന്താക്കാൻ പറ്റില്ല? 0 ആക്കാൻ എന്തായാലും പറ്റത്തില്ല. കാര്യം എന്താ? നോക്കുമ്പോൾ മനസ്സിലാവുമല്ലോ. ബി മൈനസ് എ, ഇവന്മാരെ രണ്ടുപേരെയും കൂടെ വെട്ടിക്കളഞ്ഞാലും നമുക്ക് 0-ത്തിനകത്തേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റത്തില്ല. അതിന്റെ കാരണം എന്താ? ഓപ്ഷനുകൾ തന്നെ നോക്കിയാൽ പോരെ. ഓക്കെ അല്ലേ? ഓപ്ഷൻ തന്നെ നോക്കിയാൽ പോരെ. ഇവിടുന്ന് നമുക്കൊരു ഐഡിയ കിട്ടും. എന്താ? ബി മൈനസ് എയുടെ വില എന്ന് പറയുന്നതും 14 എത്ര കുറച്ചാലാ 11ലേക്ക് എത്തുന്നേ? 3 കുറച്ചാലേ 11-നകത്തേക്ക് എത്താൻ പറ്റും. അപ്പൊ നമുക്ക് അടുത്ത കാര്യവും പിടികിട്ടി. എ മൈനസ് ബിയുടെ വിലയും എത്ര തന്നെയാകണം? 3. അപ്പോൾ എ പ്ലസ് ബി 3, എ മൈനസ് ബി 3. അങ്ങനെയുള്ള ആരൊക്കെ ഉണ്ട് ഇവിടെ? എ പ്ലസ് ബി 2 1 3. കുറച്ച് കഴിഞ്ഞാൽ 2 മൈനസ് 1 1. ഇവനല്ല. ഇവിടെ 3 1 എന്തോ വരും? 3 3 പ്ലസ് 0 എത്ര വരും? 3. 3 മൈനസ് 0 എത്ര വരും? 3. അപ്പൊ ഇതായിരിക്കും ആൻസർ. ഇവിടെ വരുമോ? ഇല്ല. ഇവിടെ പറ്റത്തില്ലെങ്കിൽ പിന്നെ ഇതും പറ്റൂല. ഇത് വരുമോ? ഇത് എന്തായാലും പറ്റൂല. കണ്ടോ? ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. ഈ ഒരു ഐഡിയയിൽ ഈ ചോദ്യം ചെയ്താൽ മതി. ഓക്കെ ആണോ മക്കളെ? അപ്പോൾ ഈ ഒരു ചോദ്യം നമ്മൾ പുതിയതായിട്ട് പഠിച്ചതാണ് എന്നാണെങ്കിലും ഇതിൻ്റെ കോൺസെപ്റ്റ് കവർ ചെയ്തിട്ടാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നിർത്തിയത്. എങ്ങനെയുണ്ട് മക്കളെ നിങ്ങളുടെ സ്പീഡ്? നിങ്ങൾക്ക് എന്നോടൊപ്പം കൂടാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എൻ്റെ സ്പീഡിനൊപ്പം നിങ്ങൾക്ക് എത്താൻ പറ്റുന്നില്ല, അല്ലെ നിങ്ങൾക്ക് എന്തൊക്കെയോ കുറേ ബുദ്ധിമുട്ടുകൾ ഇടയിലുണ്ട് എന്നാണെങ്കിൽ നമുക്ക് കാര്യങ്ങൾ അറിയാം. അതിനെ പ്രാവർത്തികമാക്കാനുള്ള ആ ഒരു പ്രാക്ടീസിനകത്തുള്ള കുറവാണ് നമ്മുടെ മുമ്പിൽ ഒരു പ്രശ്നമായിട്ട് നിൽക്കുന്നത്. പരിഹരിക്കാനുള്ള വഴി എന്താ? കൂടുതൽ ചോദ്യങ്ങളെ ചെയ്തു നോക്കുക. കൂടുതലാകുന്ന കാര്യങ്ങളെ എന്ത് ചെയ്യുക? മനസ്സിലിരിക്കുന്ന കാര്യങ്ങളെ കൂടുതലാകുന്ന ചോദ്യങ്ങളിലൂടെ എന്ത് ചെയ്യുക? ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കുക. കൈക്ക് വേഗത കൂട്ടണം. കൈക്ക് വേഗത കൂട്ടേണ്ടത് വെറുതെ എഴുതി വേഗത കൂട്ടുക എന്നുള്ളതല്ല. കൂടുതലായ കാര്യങ്ങളെയും ചിന്തിക്കുക. വളരെ കുറച്ചായ കാര്യങ്ങളെ മാത്രം എന്ത് ചെയ്യുക? എഴുതാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ സ്പീഡ് ഓട്ടോമാറ്റിക്കലി കൂടും. ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. പ്രാക്ടീസ് എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റി എന്ന് വിശ്വസിക്കുന്നു. ഇനി ഈ തന്നിട്ടുള്ളതായ ആ ഒരു ബോക്സൊക്കെ കണ്ടോ? ഇതിൻ്റെ PDF ഒക്കെ എല്ലാവരുടെയും കയ്യിലുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം.
ഈ PDF ഒക്കെ ഇനി അങ്ങോട്ടേക്കുള്ള ക്ലാസ്സുകളിൽ വളരെ അത്യാവശ്യമായതുകൊണ്ട് തന്നെ നിങ്ങളിതൊക്കെ എടുത്തു വെച്ചേക്കണം. ഇതിനകത്ത് ഈ സൈഡിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങോട്ട് എഴുതി വെക്കാം. അല്ലെങ്കിൽ എന്തെങ്കിലും ടിപ്പോ ട്രിക്കോ കാര്യങ്ങളൊക്കെ എഴുതാം. ഇതിൻ്റെ സൊല്യൂഷൻ ഈ ഒരു സൈഡിൽ എഴുതാം. എന്തെങ്കിലും ആൾട്ടർനേറ്റ് മെത്തേഡ്സ് ഓഫ് സൊല്യൂഷൻ ഉണ്ട് എന്നാണെങ്കിൽ അത് എഴുതാം. അങ്ങനെ ഒന്ന് പ്രാവർത്തികമാക്കി എടുക്കണം. ഈ ഒരു ശൈലിയിലാണ് നമ്മൾ പഠിക്കേണ്ടത്. ഇങ്ങനെയേ പഠിക്കാവൂ. അപ്പോൾ കൂടുതലായിട്ട് നമുക്കെന്ത് ഓരോ കാര്യങ്ങൾ ക്രിസ്റ്റൽ ക്ലിയർ ആക്കി വെച്ചുകൊണ്ട് മുമ്പോട്ടേക്ക് പോകാൻ പറ്റും. ഓക്കെ, അപ്പോൾ ശക്തമായിട്ട് പഠിക്കുക. അടുത്ത ചോദ്യങ്ങളുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.